ഫെഡറേറ്റ് മലയാളം നെറ്റ്വർക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ കെ ഗംഗാധരൻ. 2023 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ ശ്രീ കെ ഗംഗാധരൻ മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ മാധവിക്കുട്ടിയുടെയും MTയുടെയും ടി പത്മനാഭൻ്റെയും ബഷീറിൻ്റെയും അതുകൂടാതെ നിരവധി പ്രമുഖ എഴുത്തുകാരുടെ കൃതികൾ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യുകയും വിവർത്തനം ഒരു തപസ്യയായി തുടരുകയും ചെയ്യുന്ന ശ്രീ കെ ഗംഗാധരന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളുടെ സ്വദേശം, പഠനം, സാഹിത്യരംഗത്തേക്കുള്ള ചുവടുവയ്പ്പ്, ഇത്തരം കാര്യങ്ങളെ പറ്റി എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഞാൻ ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒരു കുഗ്രാമത്തിലാണ്, പാത്തനടുക്കെന്ന് പറയും. അവിടെയാണ് ഞാൻ ജനിച്ചത്. 1949 മാർച്ച് 10 അപ്പോൾ അച്ഛനെല്ലാം കുടലിലായിരുന്നു. കുടലിൽ ജോലി ചെയ്യാൻ വന്നു. ജോലി എന്ന് പറഞ്ഞാൽ കുഴിപ്പണിയാണ്. അവർ വന്നു. അപ്പോൾ നമ്മളെല്ലാം ഇത് കുടുംബം തന്നെ ആ സമയത്ത് തന്നെ വന്നു. ജനിച്ചതൊന്നും വിട്ട വേറൊന്നും കാസർഗോഡ് ടച്ച് ഉണ്ടായില്ല ആ സമയത്ത്. അപ്പോൾ ഈ കുടലിലത്തെ സോമാർപേട്ട താലൂക്കിലെ ഇരുമ്പുവാലം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളെ ജീവിതം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ 5 മക്കളാണ്. മൂത്ത ചേട്ടൻ 6 മാസം മാത്രം സ്കൂളിൽ പോയത് ചേട്ടൻ. രണ്ടാമത് ചേച്ചി സ്കൂളിലേക്കൊന്നും പോയില്ല, പഠിപ്പൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ചേച്ചി ഒരു 6ാം ക്ലാസ് വരെ പഠിച്ചു. നാലാമത്തെ ആളാണ് ഞാൻ. പിന്നെ എൻ്റെ അഞ്ചത്തെ SSLC വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിപ്പെല്ലാം കുറവാണ്. നമ്മളെല്ലാം ഈ വയറ്റിന് വേണ്ടിയിട്ട് പഠിപ്പിനെ വെച്ചാൽ വയറെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ, സ്കൂളിൽ പോകുന്നതറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജീവിതം തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, SSLCയിൽ നമ്മളെ സോമൻപുഴ സ്കൂളിൽ ഫസ്റ്റ് റാങ്കായിരുന്നു സ്കൂളിൽ. അപ്പോൾ എന്നെ മുമ്പോട്ട് പഠിക്കാൻ വീട്ടിൽ അത്ര കഴിവുണ്ടായില്ല. എന്നാലും കഷ്ടപ്പെട്ട് ചേട്ടനപ്പോൾ കംപ്ലീറ്റ് കുടുംബത്തിൻ്റെ ഒരു ചുമതലയെടുത്ത ചേട്ടനാണ്. ചേട്ടൻ എന്ത് ചെയ്തു, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് PUC അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 11th സ്റ്റാൻഡേർഡ് എന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ PDCയും അടുത്ത് PUCക്കും ഈക്വൽ ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായി. PUC കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഡിഗ്രിക്ക് പഠിക്കണമെന്നായി. ഡിഗ്രിക്ക് പഠിക്കാൻ ഞാൻ പുത്തൂർ വിവേകാനന്ദ കോളേജുണ്ട്, സൗത്ത് കേന്ദ്ര, അവിടെ പോയി. അവിടെ നിന്ന് പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡിഗ്രി ഞാൻ SSLC പഠിക്കുമ്പോഴേ കൊടകിലത്തെ ശക്തി എന്നൊരു പേപ്പറുണ്ട്, ഇപ്പോഴും ഉണ്ടത്. 57 തുടങ്ങിയ പേപ്പറാണ്. അപ്പം അതിൽ ഞാൻ ചെറിയ കവിതകളും സ്വന്തമായി കവിതകളും പിന്നെ കഥകളും ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു. അപ്പോൾ ഈ കഥകളും ഇതെല്ലാം വായിച്ച് നല്ല കന്നഡ ശൈലി നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ വായനക്കാർ ചില ആൾക്കാർ പറഞ്ഞു. എനിക്കത് സന്തോഷമായി. പിന്നെ എഴുത്തിൽ ഞാൻ തുടങ്ങി, പഠിപ്പിനൊന്നിച്ച് എഴുത്തും തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഡിഗ്രി ആയ ഉടനെ കൊത്താരി കാഫിക്ക് യൂണിവേഴ്സിറ്റി ഞാൻ ജോയിൻ ചെയ്തു. അവിടെ 2 വർഷം 3 വർഷം വർക്ക് ചെയ്തു. അവിടെ നല്ല പേര് കിട്ടി എനിക്ക്. എന്താ പറഞ്ഞാൽ സ്റ്റോർ കീപ്പറായിട്ട്. അപ്പോൾ 70 1 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ തന്നവർ, അതിൻ്റെ ലോക്കെല്ലാം. അത്രയും വിശ്വാസം ഞാൻ സമ്പാദിച്ചു. പിന്നെ ഈ RMS റെയിൽവേ മെയിൽ സർവീസിൽ 73 ഞാൻ അപ്പോയിൻമെൻ്റായി. 3 മാസം ട്രെയിനിങ് കഴിഞ്ഞ് 74 അപ്പോയിൻമെൻ്റായി റെയിൽവേ മെയിൽ സർവീസിൽ. അത് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അർസിക്കരയായിരുന്നു. അർസിക്കരയിൽ 1 മാസം വർക്ക് ചെയ്തു. പിന്നെ തുംകൂറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തവർ. തുംകൂറിൽ നിന്ന് മൈസൂർക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഞാൻ ഡിവിഷനിൽ ജൂനിയർ മോസ്റ്റ് ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഇട്ടു ചാടും എന്നെ, എല്ലായിടത്തേനും ട്രാൻസ്ഫർ ചെയ്യും. മൈസൂർ വന്നുകൊണ്ട് മടിക്കേരിക്ക് പറഞ്ഞയച്ചു. മടിക്കേരിയിൽ നിന്ന് പിന്നെയും മൈസൂർക്ക് വന്നു. മൈസൂരിൽ നിന്ന് ലാസ്റ്റ് ഞാൻ ബാംഗ്ലൂർ സിറ്റി RMS ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ എഴുത്തെങ്ങനെ വന്നു പറഞ്ഞാൽ, ഈ മൈസൂരിൽ ഒരു ഒടനാടി എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഒടനാടി അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മൗത്ത് പീസായിരുന്നു. അതിൽ EMSൻ്റെ ചോദ്യോത്തരങ്ങൾ മലയാളത്തിൽ എഴുതുന്നുണ്ടായിരുന്നു. ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ ഒരു ചോദ്യോത്തരങ്ങളിൽ നിന്ന് മാസം വരും അത്. അപ്പോൾ
EMSൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ, വേറെ ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം കൊടുക്കും. അപ്പോൾ അതിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പോൾ മലയാളം എനിക്ക് അത്രയും പിടുത്തമില്ലായിരുന്നു സാഹിത്യമായിട്ട്. അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം അതിന് എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇരുന്നതിനെ റിപ്പയർ ചെയ്യും. റിപ്പയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഷയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിന് അതിൻ്റെ എഡിറ്റർ നാരായണൻ ഉണ്ടായിരുന്നു. പിന്നെ B. ഗംഗാധരമൂർത്തി പ്രൊഫസറായിട്ട് റിട്ടയർഡ് ചെയ്തു. പിന്നെ ശിവാനന്ദ സഹസ്രവേലി അയാൾ KS ആയിട്ട് അയാൾ വേറെ പോയി. പിന്നെ ഒരു നക്സലേറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ശേഷം നക്സലേറ്റ് ആയതാണെന്ന്, ശ്രീനിധി നാഗരാജ് എന്ന് അല്ല പേര് കേട്ടിട്ടുണ്ടോ. അവരെല്ലാം കൂടി ഇത് റിപ്പയർ ചെയ്ത് നല്ലൊരു ഭാഷയ്ക്ക് ഇത് വരും. അങ്ങനെ ഇത് വായിച്ച് ഒരുപാട് ആൾക്കാർ, ഒരുപാട് മൈസൂർ സാഹിത്യകാരന്മാർ, ഇടതുപക്ഷത്തിൻ്റെ ചായവില്ല കൂട്ടരെല്ലാം എന്നെ വന്ന് കണ്ട് നല്ല ലേഖനമാണ് നിങ്ങൾ എഴുതുന്നത്. സത്യത്തിൽ എൻ്റെ ലേഖനം അല്ല അത്, ഞാൻ എഴുതി കൊടുത്ത് അവർ ചേഞ്ച് ചെയ്തു. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ചോരാതെ മാതിരി അവർ ചെയ്തു. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ വന്നത്. അതിനു മുമ്പ് ഈ ശക്തി എന്ന പേപ്പറിൽ ഞാൻ കവിത, കഥകൾ എല്ലാം എഴുതുന്നുണ്ടായിരുന്നു. അതേമാതിരി ആസനത്തിനുണ്ടാകുമ്പോൾ ആസനം ജനമിത്ര എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ കഥകളും എല്ലാം സ്വന്തമായിട്ടുള്ള കഥകൾ. അപ്പോൾ വലിയൊരു സ്റ്റാൻഡേർഡ് കഥകളല്ല, സാധാരണ കഥകളെഴുതും, കവിതകളെഴുതും. അങ്ങനെയാണ് എൻ്റെ എഴുത്തിൻ്റെ പിന്നെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കടന്നു. ഞാൻ 79 ഞാൻ ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർ സിറ്റി ആർമ്സ് ജോയിൻ ചെയ്തു. സിറ്റി ആർമ്സ് ജോയിൻ ചെയ്യുന്നു. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടി എനിക്ക് എഴുതാനില്ല. അങ്ങനെ ഞാൻ എഴുത്തിലേക്ക് വന്നതാണ്. സാറ് ഈ ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ് ഇങ്ങനെ സ്ഥിരമാവുന്നത്? ആദ്യമായിട്ട് ചെയ്ത പുസ്തകം ഏതാണ്? അപ്പോൾ 1980 1979 ഞാൻ ആഗസ്റ്റ് ഞാൻ ബാംഗ്ലൂർ വന്നു. 80 ലങ്കേഷ് പത്രികയിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ലങ്കേഷ് പത്രികയിൽ എൻ്റെ സ്വന്തമായ ഒരു കഥ, 6 പേജിൻ്റെ ഒരു കഥ കൊണ്ടുപോയി ഞാൻ ലങ്കേഷിന് കൊടുത്തു. അപ്പോൾ ലങ്കേഷിന് കഥകൾ വന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഞാൻ പോയി 6 പേജിൻ്റെ ഒരു കഥ, സ്വന്തമായ ഒരു കഥ, ശ്രദ്ധിച്ചെഴുതിയ ഒരു കഥ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ നാളെ വരും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ടുപോയി കൊടുത്തു. നെക്സ്റ്റ് ഡേ ഞാൻ പോയിട്ട് അയാൾ സിഗരറ്റിൻ്റെ ആളാണ്. അപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കഥ എങ്ങനെയുണ്ട് സാറിന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. കാഫി കൊണ്ടിച്ചു, കാഫി കുടിച്ചു. സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഐ വിൽ ബി ഹാപ്പി ഇഫ് യു റൈറ്റ്. നിങ്ങൾ എഴുതുന്നത് സന്തോഷമാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ ആകാശത്തിൽ ലങ്കേഷിനെ പോലത്തെ സാഹിത്യമാണ് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 2 പഫ് സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞു. ഐ വിൽ ബി വെരി ഹാപ്പി ഇഫ് യു ഡോണ്ട് റൈറ്റ് എന്ന് പറഞ്ഞു. അതൊരു നെഗറ്റീവ് അപ്രോച്ചായിരുന്നു. അപ്പോൾ ഫുള്ള് ഞാൻ പാതാളത്തേക്ക് പോയി. ആകാശം നിന്ന് സീത പാതാളത്തേക്ക് പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, നീ കഥ എഴുതണ്ട ഇനി. അപ്പോൾ നീ ഫസ്റ്റ് വായിക്കുക, ഒരുപാട് വായിക്കണം. ഒരു 100 ബുക്ക് എഴുതി ഒരു കഥ എഴുതാം. അങ്ങനെ നമ്മളെല്ലാം വളർന്നത്. അതേമാതിരി നീ വായിക്കുന്നത്, അയാൾ 4-5 ബുക്ക് എനിക്ക് തന്നു. ഇതെല്ലാം വായിച്ച് ഒരു ചെറിയൊരു 1 പേജിൻ്റെ ഒരു കഥ എഴുതി, ഇങ്ങനെ ചെയ്യണം. ഇതെല്ലാം നിൻ്റെ കഥയൊന്നും ഇല്ലാതെ ഒരു അർത്ഥമില്ല നിൻ്റെ കഥക്കെന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു അയാൾ. അത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി റൈറ്റിങ്സും ഒരു സെറ്റ് ബാക്കായി. അതിൻ്റെ ശേഷം എനിക്കത് സ്വന്തമായി എഴുതുമ്പോൾ ഒരു ലങ്കേഷിന് ഓർമ്മ വരും. അങ്ങനെ ഞാൻ അവിടത്തേക്ക് വിട്ടു. പിന്നെ ട്രാൻസ്ലേഷനൊന്നും ചെയ്യാൻ പോയില്ല. ഒരു 83 പറ്റി പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ കണ്ടു ഞാൻ, പാഞ്ചാലിയുടെ ലോകം എന്ന് പറഞ്ഞൊരു കഥ. അത് ഞാൻ കന്നഡത്തിൽ വിവർത്തനം ചെയ്തു മല്ലിക എന്നൊരു പത്രത്തിൽ അയച്ചു. മല്ലിക പത്രത്തിൽ അത് വന്ന് അതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ആ കഥയിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കഥ. അത് കഥ വന്നപ്പോൾ അത് എല്ലാവരും വന്നു, നല്ല ട്രാൻസ്ലേഷൻ അങ്ങനെല്ലാം പറഞ്ഞു. അത് സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരും മോശം പറഞ്ഞില്ല, നല്ല ട്രാൻസ്ലേഷൻ പറഞ്ഞു. പക്ഷെ കഥ ഒന്നും മനസ്സിലാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പാഞ്ചാലി ലോകം നിങ്ങൾ വായിക്കണത്. അപ്പോൾ അത് വായിച്ച് അതിന് 30 രൂപ ഒരു റെമ്യൂണറേഷൻ കിട്ടി. ആ 30 രൂപ ഞാൻ പുനത്തിൽ നിന്ന് അവർ ലാൻഡ് ലൈനിൽ ഫോൺ ചെയ്ത് പറഞ്ഞു, അങ്ങനെ
30 രൂപ വന്നിട്ടുണ്ട് സാർ, നിങ്ങൾക്ക് പകുതി 15 രൂപ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അതൊന്നും അയക്കണ്ടോ, നീ വെച്ചോ, അത് ഞാൻ എപ്പോഴും വരാം, നമുക്ക് എവിടെയും കാണാം, എൻ്റെ മകൻ്റെ അവിടെ എന്തോ അയാളെന്തോ പറഞ്ഞു, ആരോ ഉണ്ട് എഴുതിച്ചു. അപ്പോൾ ഈ 1983 മാർച്ചിലെന്താ കഥ വന്നു, ഇയാൾ ഒക്ടോബറിൽ വന്നു, ബാംഗ്ലൂർ വന്നു. അയാൾ എൻ്റെ ലാൻഡ് ലൈനിൽ വിളിച്ചു, ഓഫീസിനെ. ഞാൻ പുന്നത്തിൽ വാ ശിവാജി നഗറിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ ശിവാജി നഗരത്തിൽ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ബാറിൽ പോയിട്ട് പറഞ്ഞു, നീ എന്ത് കുടിക്കുന്നു? ഞാൻ ഒന്നും കുടിക്കലില്ല സാർ എന്ന് പറഞ്ഞു. കുടിക്കണം, എഴുത്തുകാരൻ കുടിക്കണം. അങ്ങനെ ഇല്ല സാർ, ഞാൻ കുടിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഇന്ന് കുടിക്കുന്നു, ബീറിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ ഒരു ബീര് കൊണ്ടിച്ചു, അയാളൊരു ക്വാർട്ടർ വേറൊന്ന് കൊണ്ടിച്ചു. ഇത് നിങ്ങൾ ഡോണറില്ല എനിക്ക്. അത് ആ ബീറുണ്ടല്ലോ, ബീര് ഞാൻ കുറച്ച് ഒഴിച്ചു, അതിന് കുറച്ച് വെള്ളം കിട്ടുമ്പോൾ അയാൾ ചിരിക്കാൻ തുടങ്ങി. അവിടെ വെയിറ്റേഴ്സ് എല്ലാം ചിരിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല ബീറിൽ വെള്ളം കൂട്ടണമെന്ന് കൂടി എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു എല്ലാവരും ചിരിക്കുന്നുണ്ട്, ആ വെള്ളം കൂട്ടാൻ പാടില്ല ബീറിന്, അങ്ങനെ കുടിക്കണമെന്ന്. സാർ ഭയങ്കര സ്ട്രോങ് ആയി പോകും, വീട്ടിലേക്ക് എത്താൻ പറ്റില്ല എനിക്കെന്ന് പറഞ്ഞു. അയാൾ പിന്നെ അയാൾ പറഞ്ഞു, നിന്നെ കൊണ്ട് കുടിക്കാൻ പറ്റും, നീ മറ്റേ യൂസ്ലെസ് ആണ്. ഒരു വായിക്ക് വന്ന തെറി പറഞ്ഞു ആ ബീറും കൂടി അയാൾ കഴിച്ചിട്ട് രണ്ടും കഴിച്ചു. ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ ബീറ് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വീട്ടിലൊന്നും പറഞ്ഞില്ല. പുന്നത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബീറ് കുടിക്കുന്ന ഒരു ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ. അങ്ങനെ പാഞ്ചാലി ലോകം അങ്ങനെ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ ഈ ട്രാൻസ്ലേഷൻ കമ്മിറ്റി ഇവിടുത്തെ മന്ത്ലി ഉണ്ടല്ലോ, തുഷാര എന്നൊരു മന്ത്ലി ഉണ്ട് മണിപ്പാലിൽ നിന്ന്. അവർ കഥകൾ ചോദിച്ചു, മലയാളം കഥകൾ വേണം. തുഷാര, പിന്നെ അതിന് ശേഷം മയൂര ചോദിച്ചു. ഇങ്ങനെ ഒരുപാട് കഥകൾ ചോദിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ട്രാൻസ്ലേഷൻ അങ്ങനെ തുടങ്ങി, കഥകൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ ആദ്യത്തെ നോവലെന്ന് പറഞ്ഞാൽ 2009 ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ കഥകളെല്ലാം ഞാൻ എഴുതി പേപ്പറിൽ വന്നത്ര ഈ ദമയന്തി എന്നൊരു കഥ, കവിതയുടെ ഒരു കഥയാണ്, നോവലാണത്. ദമയന്തി പുരാണ കഥയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സീരിയലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സഞ്ജയവാണി പേപ്പറിൻ്റെ ഒരു ചന്ദന എന്നൊരു വീക്കിലി വരുന്നുണ്ടായിരുന്നു. ശരി സാർ പറഞ്ഞു, അത് ചന്ദനയിൽ വീക്കിലി ഇത് സീരിയലായിട്ട് വന്നു. അതിൻ്റെ ശേഷം അതിനെ കൊണ്ട് ഞാൻ കുവെമ്പു ഭാഷാഭാരതിയിൽ കൊടുത്തു. കുവെമ്പു ഭാഷാഭാരതിയിൽ അവർ എന്ത് ചെയ്തു, ബുക്കായിട്ട് മാറ്റിയേന. ഫസ്റ്റ് ബുക്കാണ് എൻ്റെ ദമയന്തി, അത് കുവെമ്പു ഭാഷാഭാരതി, അത് ഗവൺമെൻറ് ഓഫ് കർണാടക ട്രാൻസ്ലേഷൻ അക്കാദമി ഇരുന്നു പണ്ടത്തെ, അതിൽ വന്നു. പിന്നെ അതിൻ്റെ ശേഷം അതേ സമയത്ത് 1980 തന്നെ, അല്ല 80 ഞാൻ പറയാം, 2010 ഗൗരി ലങ്കേഷിനെ വിളിച്ചു പറഞ്ഞു, ಗಂಗಾಧರ್ ನೀವು ಬರೆದ ಕಮಲಾದಾಸ್ ಕಥೆಗಳಿದ್ದರೆ ಕಳಿಸ್ಕೊಡಿ ನನಗೆ, ನಾನು ಪುಸ್ತಕ ರೂಪದಲ್ಲಿ ತರ್ತೀನಿ ನೋಡಿ. അതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുണ്ട്, ലങ്കേഷിൻ്റെ മകളാണത്. ലങ്കേഷ് ഒരു പ്രാവശ്യം എന്നെ തള്ളിയ ആൾ ഇപ്പോൾ ലങ്കേഷിൻ്റെ മകൾ എൻ്റെ പുസ്തകം വാങ്ങുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അത് കൊണ്ടുപോയി കൊടുത്തു. ഒരു 10-15 കഥകൾ അവർ പ്രിൻ്റ് ചെയ്തു. അതിന് 3,000 രൂപ കിട്ടി. അപ്പോൾ കുറച്ച് കാശും കിട്ടും, എഴുത്തും കിട്ടും, പേരും കിട്ടും എന്നല്ലേ. ഇതെല്ലാം എനിക്കൊരു ഒരു ഒരു പ്രൗഡ്നെസ് തോന്നിയില്ല. ആ പുസ്തകം വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് കഥകൾ കേൾക്കാൻ പറഞ്ഞു, കഥകൾ അയക്കാൻ പറഞ്ഞു. അതും ഇത് കവിതയിലെ ദമയന്തി ഒന്നിച്ച് ബുക്കായിട്ട് വന്നു. അപ്പോൾ ഈ ഇത് ദമയന്തി പബ്ലിഷ് ചെയ്തത് ഇവരാണ്, ഒരു കുവെമ്പു ഭാഷാഭാരതി. ഇത് ചെയ്തത് ഇവർ, അത് ലങ്കേഷ് പത്രിക അവർ ചെയ്തു. അങ്ങനെ 2 ബുക്ക് ആ സമയത്ത് വന്നു. അങ്ങനെയാണ് പുസ്തകം തുടങ്ങിയത്. അങ്ങനെയാണ് ദമയന്തിയും കമലാദാസ് കഥകളൊന്ന് 2 പുസ്തകം. പിന്നെ അതിൻ്റെ ശേഷം MT, പിന്നെ T പത്മനാഭൻ, ബാലകൃഷ്ണ മാങ്ങാട് നമ്മളെ ബന്ധുവാണ്, ബാലകൃഷ്ണ മാങ്ങാട്, പിന്നെ അംബികാസുധൻ മാങ്ങാട്, പിന്നെ UK കുമാരൻ, ഇവരെല്ലാം കഥകൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ സ്ഥിരമായ സ്വന്തം അതിൽ നിന്ന് വിട്ടു. അവിടുത്തെ ഒരു എല്ലാവരും ഇരുന്ന് ട്രാൻസ്ലേഷൻ. അങ്ങനെ ഒരു ബാലകൃഷ്ണ മാങ്ങാൻ ഒരു അവാർഡ് കിട്ടിയ നോവലുണ്ടായിരുന്നു, ചാമരെന്ന്. അപ്പോൾ ചാമന ഒരു TV കറി വെച്ചതിനോട് ചാമൻ എന്നൊരു നോവൽ വന്നിട്ടുണ്ട്.
അത് ഉച്ചവെയിലിനൊരു സീരിയലായിട്ട് ദൂരദർശൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അതിൻ്റെ കോപ്പിയല്ല ബാലകൃഷ്ണമാണിൻ്റെ, അത് പിന്നെ അങ്ങനെ പോയത്. അങ്ങനെ ഈ കഥകളും ഇതെല്ലാം വന്നു. പിന്നെ ഞാൻ കണ്ടത് ഇവരെയാണ്, മാധവക്കുട്ടിയുടെ ഒരു കഥ. മാധവക്കുട്ടിയുടെ കഥ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൾ. ആ കഥ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. സുധയിൽ വന്നത്. സുധയിൽ വന്നു. അതിൻ്റെ കാശുണ്ടല്ലോ, 300 രൂപയാണ് ഒരു കഥക്ക്. 150 മാധവക്കുട്ടിക്കും 150 എനിക്കും വന്നു. അപ്പോൾ അവർ മാധവദാസ് ഉണ്ടായിരുന്നു. മാധവദാസ് എനിക്കൊരു കത്ത് എഴുതി, നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ ഈ കഥ പബ്ലിഷ് ചെയ്തു തന്നു. ഞാൻ പബ്ലിഷർ തന്നെ, പത്രക്കാരനെ പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്യില്ല കഥകൾ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് സാർ, തെറ്റായിട്ട് വിചാരിക്കും നിങ്ങളെന്ന് പറഞ്ഞു. ഇല്ലില്ല, യു ആർ ചീറ്റിങ് മീ എന്നെല്ലാം പറഞ്ഞു. പിന്നെ കമലദാസ് ആ സമയത്ത് 3 ആലപ്പാടിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു, ഇന്ദിരാനഗറിലായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇവരെ കാണും, അവർക്കൊരു ഫോൺ ചെയ്യുന്നു പറഞ്ഞു. മാധവക്കുട്ടിയും ഫോൺ ചെയ്ത് ഒരുപാട് ചീത്ത, യു ആർ ബ്ലഫിങ് മീന്ന്, മോശമല്ല ബ്ലഫിങ് മീ, ചീറ്റിങ് മീ എന്ന് പറഞ്ഞു ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അന്ന് വൈകുന്നേരം NBTയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സെനറ്റ് ഹാളിൽ. അപ്പോൾ യു മീറ്റ് മീ ഇൻ ദ ഈവനിങ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്താക്കി ഈ പെർമിഷൻ ലെറ്റർ ഉണ്ട്. അപ്പോൾ ഈ മാധവക്കുട്ടി എന്ത് ചെയ്തെന്ന്, ഞാൻ സെൽഫ് അഡ്രസ്ഡ് കവർ അയക്കും ഒരു ലെറ്ററും, പ്ലീസ് പെർമിറ്റ് മീ ടു ട്രാൻസ്ലേറ്റ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞ് അങ്ങനെ അത് പെർമിറ്റഡ് ഗ്രാൻറ്റഡ്, അതേ കത്തിൽ പെർമിറ്റഡ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് ഇതേ കവറിലിട്ട് അയക്കും. അവരുടെ അടുത്ത് പ്രൂഫില്ല. ഞാൻ പോയി കാണിക്കാൻ പോയി. ഈ അന്ന് SL ഭൈരപ്പ, രാമചന്ദ്ര ശർമ്മ, അങ്ങനെ ഒരുപാട് കന്നഡ റൈറ്റേഴ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മാധവക്കുട്ടി മീറ്റിംഗ് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ കേൾക്കുന്നതന്നു നിങ്ങളെ കഥ ഞാൻ പെർമിഷൻ ഇതുവരെ ചെയ്തിട്ട് നോക്കൂ, നിങ്ങൾ അതെല്ലാം വേണ്ട ഗംഗാര. അപ്പോൾ മിസ്റ്റർ ശർമ്മ യു കം ഹിയർ, യു നോസ് ബോത്ത് ദ ലാംഗ്വേജ്, കന്നഡ ആൻഡ് മലയാളം, വെരി ലക്കി ഫെലോ. പിന്നെ പറഞ്ഞു, മാഡം ഞാൻ നിങ്ങളെ പെർമിഷൻ എടുത്ത് ഇത് നിങ്ങൾ അതൊന്നും വേണ്ട, എനിക്ക് വയസ്സായി എന്തോ പറഞ്ഞു പോയി, വിട്ടേക്കത്, ഏത് വേണം ചെയ്തോ, ഏത് വേണം ഗംഗാരം ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മാധവക്കുട്ടി കഥകൾക്ക് ഞാൻ അങ്ങനെയാണ് അറ്റാച്ച് ആയത്. അങ്ങനെ അപ്പോൾ അവർ എൻ്റെ നമ്മുടെ ഓഫീസിൽ PMG ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. PMG ഓഫീസിൽ മാധവക്കുട്ടി ഫോൺ ചെയ്യും എനിക്ക്, ഗംഗാരൊരു ഒരു കഥയുണ്ട്, അത് നീ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് കഥകൾ അവർ പറയും, ആ കഥ ചെയ്യും, ഇതൊക്കെ നെയ്പായസം, പിന്നെ പക്ഷിയുടെ മണം, അങ്ങനത്തെ ഒരുപാട് കഥകൾ, പിന്നെ എന്താ പിന്നെ അങ്ങനത്തെ ചില കഥകൾ മലയാളം പേര് മറന്നുപോയി. ആ കഥകളെല്ലാം ചെയ്തു. ഒരു 10, 20, ഒരു 30 കഥയാകുമ്പോൾ ഒരു ബുക്കാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ബുക്കാക്കാൻ മാധവക്കുട്ടി കഥകൾക്ക് നല്ല ഡിമാൻഡായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഹേമന്ത സാഹിത്യം എന്നൊരാളുണ്ട്, ഒരു പബ്ലിഷർ, വെങ്കടേഷന്. അയാളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് കഥകളുണ്ട് സാർ, പബ്ലിഷ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മാധവ എല്ലാ കഥകളും ചെയ്തു തരും, ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത DC ബുക്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മയുണ്ടോ, കോരമംഗലം പോയി DC ബുക്സിന് 1500 രൂപ കൊടുത്ത് 2 വാല്യം മാധവക്കുട്ടി സമഗ്ര കൃതികൾ എന്ന് പറഞ്ഞൊരു ബുക്ക് അത് കൊണ്ടുവന്നു. അതിന് കാശ് വരുന്നു, പബ്ലിഷ് ചെയ്യാൻ തന്നു. 101 കഥകൾ ഞാൻ ചെയ്തു. ഫസ്റ്റ് വാല്യമാണ് 101 കഥകൾ മാധവക്കുട്ടിയുടെ. ആ 101 കഥകൾ ആയതിന് ശേഷം 101 കഥകൾ വന്നില്ലേ. അതിൻ്റെ ശേഷം അവർ ഹേമന്ത സാഹിത്യത്തിൻ്റെ വെങ്കടേഷ് പറഞ്ഞു, ഇല്ല സാർ സേലാവുന്നില്ല, നിങ്ങൾ വേറെ എവിടെയും നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ കൈവിട്ടു. അതിനുശേഷം ഒരു 74 കഥകൾ, 37, 2 ഹാലും 74 കഥകൾ വസന്ത പ്രകാശ് എന്നുണ്ട്, മുരളി, അവർ ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം 30 കഥകൾ അങ്കിത പ്രകാശനം, പിന്നെ ഒരു 30 കഥകൾ, ലാസ്റ്റ് ബുക്കാണ് വംശി പ്രകാശനത്തിൻ്റെ 30 കഥകൾ. അങ്ങനെ ഇതുവരെ 243 കഥകളിൽ 235 കഥകൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതൊരു റെക്കോർഡെന്ന് പറഞ്ഞു, ഒരു ചില പത്രക്കാർ പറഞ്ഞു ഇതൊരു റെക്കോർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ മാധവക്കുട്ടി കഥകൾ അങ്ങനെയാണ് വന്നത്. അപ്പോൾ മാധവക്കുട്ടിയുടെ കഥകളെല്ലാം ഒരു 8 കഥകൾ ഞാൻ വിട്ടു. എന്താണ് അത് കൊളോക്കിയൽ ലാംഗ്വേജും പിന്നെ
അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ശല്യം ചെയ്യുന്നു. പിന്നെ പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കമലാദാസ് മരിച്ചതിന് ശേഷം ഈ ജയസൂര്യദാസ് ഉണ്ടല്ലോ, അവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്നെ പെർമിഷൻ തരാൻ. ആദ്യം പറഞ്ഞു നമ്മൾ ആർക്കും ഞാൻ പെർമിഷൻ കൊടുക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് പെർമിഷൻ തരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യാൻ ഞാൻ ഒരു മുഖത്തെടുത്തിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് തന്നെ കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, ഏതേത് കഥകൾ ഞാൻ ചെയ്യുന്നു ഒരു ലീസ്റ്റ് അയക്കുന്നു പറഞ്ഞു. അവന് എല്ലാ കഥകളിലും മലയാള പേരുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അയച്ചു. അത് നോക്കി പറഞ്ഞു, നോക്കി ഒന്നും പറഞ്ഞില്ല. 1 മാസം 2 മാസം ഒന്നുമില്ല. ഇനി രണ്ടാമത് റിമൈൻഡർ അയച്ചു. പിന്നെയും പറഞ്ഞു, ഇല്ല അത് അതിൻ്റെ ആ ലീസ്റ്റ് എനിക്ക് എവിടെ മിസ്സായിപ്പോയി, എന്നൊരു പ്രാവശ്യം അയക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അയച്ചു. അങ്ങനെ അയച്ചു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ പെർമിഷൻ ഞാൻ തരാൻ പറ്റില്ല, ഇത് കമലാദാസ് എസ്റ്റേറ്റ് അതിന് ചേർന്നാണ് അവർ പെർമിഷൻ തരണം, അവർ ലീഗൽ അഡ്വൈസ് എടുക്കുന്നുണ്ട്, അതിന് ശേഷം നിങ്ങൾ തരാമെന്ന്. 5-6 മാസമായി 30 കഥകൾ വരാൻ. അപ്പം ഞാൻ പറഞ്ഞു, സാർ നിങ്ങളൊരു ലെറ്റർ തന്നോളൂ, കമലാദാസ് എസ്റ്റേറ്റിൻ്റെ പെർമിഷൻ അല്ല, ജയസൂര്യദാസ് തന്നെ ഒരു മെയിൽ അയച്ചു, യു ക്യാൻ കണ്ടിന്യൂ എന്ന്, യു ഗോ ഹാഡ് വിത്ത് ട്രാൻസ്ലേഷൻ. അങ്ങനെ അയച്ചുകൊണ്ട് ഞാൻ ആൾറെഡി അത് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്രോച്ച് ചെയ്തു, പബ്ലിഷർ അപ്രോച്ച് ചെയ്ത് വന്നു, പുസ്തകം വന്നു. 235 കഥകൾ വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. അതത്ര ഈസി ആയിട്ടില്ല. ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ അത്ര ഈസിയല്ല, സ്വന്തമായി എഴുതുന്നതിനേക്കാളും കഷ്ടമാണ് ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. ഒരു ശബ്ദം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാർക്കെല്ലാം ഫോൺ ചെയ്യും. അതിപ്പോൾ ഫ്രീ ഫോണാണ്, അന്നെല്ലാം കാശ് കൊടുത്ത് ഒരു ശബ്ദം, ഒറ്റൊരു ശബ്ദത്തിന് വേണ്ടി ഒരുപാട് ഫോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് അത് എന്താ പറയുക, അതിൻ്റെ ആശയം ചോരാൻ പാടില്ല എന്ന്. അങ്ങനെ അതുകൊണ്ട് ഈ എല്ലാവരും വന്ന് ആ ശബ്ദം എടുത്ത് ഈ ശബ്ദം ഇടാം, മലയാള ശബ്ദത്തിന് കന്നഡ ശബ്ദം, അത് ട്രാൻസ്ലേഷൻ അല്ല. അത് ആശയങ്ങൾ ചോരാതെ നല്ലൊരു ഭാഷ ഉപയോഗിച്ച് ചെയ്യണം. പിന്നെ ചില സമയത്ത് നമ്മളെ ട്രാൻസ്ലേഷൻ, ഞാൻ ഇംഗ്ലീഷ് ഒരു കഥ എഴുതുന്നു, ഡോഗ്സ് ലൈഫ് എന്നൊരു കഥ. അത് സുധാ നരസിംഹാചാര്യൻ അവർ എഴുതിയ കഥയാണ്, ഇന്ത്യൻ റൈറ്റർ, ഖവാനുണ്ടാകുമ്പോൾ എഴുതിയാണ്. അപ്പോൾ അവർ ഒരു കഥ ഡോഗ്സ് ലൈഫ് നല്ല കഥ ആണ്, അത് ഈ വെള്ളപ്പൊക്കത്തിന് നല്ലൊരു കഥ. അത് ഞാൻ ചെയ്തു. അവർ കന്നഡം അറിയാവുന്ന ആൾക്ക് വായിക്കാനറിയില്ല. അവർ പറഞ്ഞു, എൻ്റെ ഒറിജിനലിനേക്കാളും നിങ്ങളുടെ ട്രാൻസ്ലേഷൻ നല്ലതുണ്ടെന്ന് പറഞ്ഞു എന്നോട്. അതെനിക്ക് ഒരാൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ സാധനം പറഞ്ഞില്ല, നല്ല ട്രാൻസ്ലേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ വായിച്ചു നോക്കി രണ്ടും. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒറിജിനലിനേക്കാളും ട്രാൻസ്ലേഷൻ. അത് ചില സമയത്ത് അങ്ങനെയാണ്, ഒറിജിനലിനേക്കാളും നമ്മൾ നന്നായിട്ട് കൊണ്ടുവരാത്. ഇപ്പോൾ അത് ഞാൻ കന്നഡത്തിൽ പറയാം, ഊ ഹരളിതെ. അത് നമ്മൾ കന്നഡത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഹൂ ഹരളി നളനളിസത്തിരെ. അപ്പോൾ നിങ്ങൾക്കൊരു ആ പിക്ചർ വരും മനസ്സിൽ. അങ്ങനെ ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്ത് ആ ട്രാൻസ്ലേഷൻ ഇമ്പ്രൂവ്, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രാൻസ്ലേറ്റർ. അത് കുറച്ച് ശബ്ദങ്ങളും വായനയും ഉണ്ടായി ചെയ്യാതെ, അതാണ് അതിൻ്റെ മെയിൻ ട്രാൻസ്ലേഷൻ്റെ. പിന്നെ പെട്ടെന്നൊരു ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 3 ദിവസം പത്രപ്രവർത്തകനായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ അപ്പോൾ ഞാൻ 70-ൽ ജോലിയില്ലാതെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ശക്തി എന്ന അതേ പേപ്പറിൽ അവർ വിളിച്ചു, ഒരു സബ് എഡിറ്റർ പോസ്റ്റ് കാലിയുണ്ട്, അപ്ലൈ ചെയ്തോളുന്നു. അപ്പോൾ നമ്മൾ 13 പേര് അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ സെലക്റ്റായി, എൻ്റെ കന്നഡ കംപ്ലീറ്റ് അവർ സെലക്ട് ചെയ്തതിനാ. 2 ദിവസം എൻ്റെ ട്രാൻസ്ലേഷൻ നന്നായിരുന്നു പറഞ്ഞാൽ അത് പറഞ്ഞു, എൻ്റെ ഈ സീറ്റിൽ നീയാണ് യോഗ്യം എന്ന് പറഞ്ഞ് എന്നെ ആ എഡിറ്റർ പറഞ്ഞു. അവർ മക്കളിൽ എപ്പോഴും ഉണ്ട് അതേ പേപ്പറിൽ. അപ്പോൾ അവർക്കൊന്നും ഈ കഥയൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ഒരു പൊങ്ങച്ചം വന്ന് ആ സമയത്ത് എന്തൊരു പൊങ്ങച്ചം, ഏജ് അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ പോയി. 3-ാം ദിവസം പോയി സൈനിടു പറഞ്ഞു, സൈൻ മാവേട പറഞ്ഞു എഡിറ്റർ, ಸೈನ್ ಮಾಡಬೇಡ ಅಂದರು. ಅವನು ಯಾಕೆ ಸರ್, ಯಾಕೆ ಏನು ಕೇಳಬೇಡ ನೀನು, ಹೊರಡಿಲ್ಲಿಂದ ಫಸ್ಟ್ ಜಾಗ ಖಾಲಿ ಮಾಡು, 5 രൂപ ദിവസത്തിന് ശമ്പളം, 15 രൂപ എടുത്തു തന്നു.
ബസ് കയറിപ്പോ, വീട്ടിലേക്ക് ബസ് കയറിക്കോ, ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ പുറത്ത് വന്നു, എഡിറ്റർ ചേംബറിൽ നിന്ന് പുറത്ത് വന്നു. പുറത്ത് സെക്രട്ടറി പിന്നെ ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ബാപ്പല്ലേ എന്ന് പറഞ്ഞു. വിളിച്ചു ഇതും വർദ്ധിതി എന്നോട് പറഞ്ഞു. അപ്പോൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് വില്ലേജേഴ്സ് ദി പ്രഗ്നൻറ്റ് ലേഡി വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ. നാട്ടുകാരുടെ സഹായത്തിൽ ഗർഭിണിയായ സ്ത്രീയെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. അതാണ് മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ. കന്നഡത്തിൽ ಊರವರ ಸಹಾಯದಿಂದ ಗರ್ಭಿಣಿಯಾದ ಹೆಂಗಸನ್ನು ಆಸ್ಪತ್ರೆಗೆ ಸೇರಿಸಲಾಯಿತು. ಅದು ಬೇರೆ ಮೀನಿಂಗೇ വരെ കൊടുത്തു. അതുകൊണ്ട് എൻ്റെ ഇടീ 7 കൊല്ലത്തിൻ്റെ റെപ്യൂട്ടേഷൻ, എൻ്റെ പത്രത്തിൻ്റെ റെപ്യൂട്ടേഷൻ നീ പാഴാക്കിയെന്ന് ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നു. ഒന്നും പറഞ്ഞില്ല. എൻ്റെ പണി പോയി എന്ന് പറഞ്ഞതല്ലോ. അച്ഛനോട് പറഞ്ഞു എൻ്റെ പണി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ചേട്ടനായിരുന്നു പറഞ്ഞു പണി പോയിന്ന് പോയിട്ട് വേറെ അതും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞില്ല. ഈ കഥ പറയാനേ പറ്റില്ലല്ലോ വീട്ടിലൊന്നും. അങ്ങനെയാണ് 3 ദിവസത്തെ പത്രപ്രവർത്തകനായത്. അതേമാതിരി ആശ്രമത്തിലുണ്ടാകുമ്പോൾ കൊത്താരി കാഫി യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിരുന്നു. ഞാൻ ആ ദിവസം പോകുമ്പോൾ അവർ പറഞ്ഞു ഇല്ല, മാനേജർ വന്നതിന് ദിവസം നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. മാനേജർ എപ്പോൾ വരും? 1 മാസം ആവും, ഫോറിൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 1 മാസം ഞാൻ ഈ കെട്ടുമൂട്ടെല്ലാം എടുത്ത് പോയ ആളല്ലേ ആശ്രമത്തേക്ക് വീട്ടിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളും, ഞാൻ പിന്നെ 2ാമത്തെ ലെറ്റർ വരുന്നു നിൽക്കുന്നു. എനിക്ക് നാണായി, എന്തോ തിരിച്ച് പോകണമല്ലോ വീട്ടിലേക്ക്. അപ്പോൾ എവിടെയെങ്കിലും പറ്റിക്കൊള്ളാന്ന് ഞാൻ എല്ലായിടത്തും ജോലി അന്വേഷിച്ചു. കയ്യിൽ കാശുമില്ല. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ ജോലി കിട്ടി. ഒരു സപ്ലയറോ ക്ലീനർ, ഇങ്ങനത്തെ ഫസ്റ്റ് ക്ലീനർ പണി. അന്ന് ഞാൻ പറഞ്ഞു അത് നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ ക്ലീനർ. ആ ക്ലീനർ പണി കണ്ടിട്ട് അവർ 2 ദിവസത്തെ എന്നെ സപ്ലയറായിട്ട് അതും നന്നായി ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ ഈ സീറ്റിലിരിക്കണം, നിങ്ങൾ കാഷ്യറായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാം, വേറെ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഈ ഹോട്ടൽ പണിയിൽ എത്ര സമയത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ അത് വിട്ടു ഇങ്ങോട്ട് വന്നു. കൊത്താരി കാഫി യൂണിവേഴ്സിറ്റിയിൽ 1 മാസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റായി അവിടെ പോയി. അപ്പോൾ ഇവർ അതിൻ്റെ ഓണർ ഉടുപ്പിക്കാരൻ, അത് ഞാൻ തുളു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഇമ്പ്രസ്സായി. അങ്ങനെ അവരെ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ഒരു ജനമിത്ര എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതും കഥകളും, ഈ ചെറിയ കഥകളും ഇല്ലെങ്കിൽ ചുട്ടുക്കു ഇതെല്ലാം ഉണ്ടല്ലോ, ചെറിയ മിനി കഥകൾ. അത് പിന്നെ ഇങ്ങനത്തെ ചില ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു രാശിഫലം നീ എഴുതണമെന്ന് പറഞ്ഞു. സാർ ഞാൻ അതിൽ വിശ്വാസമില്ല, എനിക്ക് രാശിഫലത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ എങ്ങനെ അത് എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പഴയ പേപ്പർ എടുക്കുക, അതിൽ മേടത്തിലുള്ളത് ഇടവത്തിലാക്കി ഇങ്ങനെ ആക്കി അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തു. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് ഈ ജനമിത്രയിൽ വരുന്നത്ര നല്ലൊരു വാരഫലം പിന്നെ ഇതിലും വരുന്നില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഈ വായനക്കാർ എങ്ങനെയുണ്ട്. എനിക്ക് ഇപ്പോഴത് വിചാരിക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചെയ്തത് ചതിവാണ്. ആ ചതിവിനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ. അങ്ങനെയാണ് എൻ്റെ അന്നത്തെ ആ സമയത്തെ ഒരു അനുഭവം. പിന്നെ കൊത്താരി കാപ്പി 3 വർഷം ജോലി ചെയ്തു. നല്ല പോസ്റ്റിൽ കിട്ടി. ക്വാർട്ടേഴ്സ് വന്നു എനിക്ക്. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ക്വാർട്ടേഴ്സ് വീട്ടിൻ്റെ അടുത്ത് തന്നെ. അവർ സ്റ്റോർ കീപ്പർക്ക് ക്വാർട്ടേഴ്സ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒറ്റയ്ക്കില്ലത്. അപ്പോൾ എനിക്കൊരു ഇതിന് അടുക്കള കാര്യത്തിന് ഒരാൾ, പിന്നെ മാലി ഈ തോട്ടമെല്ലാം നോക്കാൻ ഒരാൾ, തൂപ്പുകാരിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എനിക്ക് ജോലിക്കുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. ഞാൻ ഗവൺമെൻറ് പണി കൊത്താരി കാപ്പി യൂണിവേഴ്സിറ്റി വന്നുകൊണ്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് RMS കയറി. RMS കയറിയോടനെ ഞാൻ കുറച്ച് ജീവിതം സെറ്റിലായി. മാധവിക്കുട്ടിയുടെ 235 കഥകൾ താങ്കൾ മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വിവർത്തനത്തെ സംബന്ധിച്ച് റെക്കോർഡ് തന്നെയായിരിക്കാം. മാധവിക്കുട്ടിയുടെയും ബഷീറിൻ്റെയും തകഴിയുടെയും MDയുടെയും T പത്മനാഭൻ്റെയും ഒക്കെ കൃതികൾ കൂടാതെ മറ്റ് എഴുത്തുകാരുടെ കൃതികളും വിവർത്തനം ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണ്? T പത്മനാഭൻ്റെ ഗൗരി ഞാൻ ചെയ്തു. ഗൗരി അന്നേരത്ത് എനിക്ക് ഈ ബാലകൃഷ്ണൻ മാങ്ങാണ്ട് മനോരമയിൽ കോഴിക്കോടുണ്ടായിരുന്നു. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞു ഇത് ഗംഗാര ഇത് ചെയ്യ് ഗൗരി, ഒരുപാട്
വേദികളിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട കഥയാണ്. അപ്പോൾ അത് ഇവിടുത്തെ അത് റെലവൻ്റ് അല്ല. ആ കഥ പത്മനാഭൻ അത്ര നല്ല കഥ എഴുതിയാലും അത് ഇവിടുത്തെ സിറ്റുവേഷന് റെലവൻ്റ് അല്ല ആ കഥ. ഞാൻ ചെയ്തു ഒരുപാട് വലിയ വലിയ പത്രത്തിന് അയച്ചു. മാത്രം അവരാരും അത് പബ്ലിഷ് ചെയ്തില്ല. ലാസ്റ്റ് സംയുക്ത കർണാടകയിൽ വന്നത്. സംയുക്ത കർണാടകയിൽ വന്നു. അതിൻ്റെ കോപ്പി കൊണ്ട് ഞാൻ പത്മനാഭൻ വീട്ടിൽ പോയി. നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഒരു ഏപ്രിൽ മാസം നാട്ടിൽ പോയിട്ടാകുമ്പോൾ വിഷുവിന് സാധാരണ ഞാൻ നാട്ടിൽ പോകും. പോയിട്ടാകുമ്പോൾ ഇതിൻ്റെ കോപ്പിയും കൊണ്ട് ഞാനും എൻ്റെ അനുജത്തിൻ്റെ മകൻ, അവൻ കുറച്ച് സാഹിത്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് അശോക് എന്ന് പറഞ്ഞിട്ട് അവനും ഞാൻ പോയി കണ്ണൂർ രാജേന്ദ്ര നഗരത്ത് പോയി. അപ്പോൾ എത്ര ചൂടെന്ന് പറഞ്ഞ സമയത്ത് ഇത് ഡാമറുണ്ട്, ടാറിങ്ങനെ വെള്ളമായിട്ട് തന്നെ ഒഴുകുന്നുണ്ട്. അത്രയും ചൂടായിരുന്നു. നമ്മൾ പോയി ഇയാളെ കണ്ടു, ഇയാളെ വീട് കണ്ടുപിടിച്ചു വാതിൽ തട്ടി. അതൊരു അനുഭവം ഞാൻ പറഞ്ഞത്. വാതിൽ തട്ടി അയാൾ ആരാന്ന് ചോദിച്ചു ഉള്ളിൽ നിന്ന്. ഞാൻ സാർ ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഏത് ഗംഗാരനാണെന്ന് പറഞ്ഞു. സാർ ഗൗരി ട്രാൻസ്ലേറ്റ് ചെയ്ത ഗംഗാരനെന്ന് പറഞ്ഞു. എന്താ എഴുതാതെ വന്നതെന്ന് വെച്ചു. എഴുതാതെ വന്നതെന്ന്. സോറി സാർ, അത് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. ശരി, വാതിൽ തുറന്നു. അയാൾ ഹാഫ് നെക്കഡാണ്, ഷർട്ടൊന്നുമില്ല, വെറും മുണ്ട്, അത് മാടി കെട്ടിയിട്ടുണ്ട്. പിന്നെ മീസനും പിരിച്ച് വലുതായിട്ടുണ്ട്. ഇപ്പോഴത്തെ പത്മനാഭനല്ല ആ സമയത്ത്. നിങ്ങൾ വിളിച്ച് ഉള്ളിൽ വലിയ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ചൂട്, ഭയങ്കര ചൂട്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഫാനോട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഏതാ നിൻ്റെ കഥ, ഏതാ എൻ്റെ ട്രാൻസ്ലേഷൻ എന്താ താന്ന് പറഞ്ഞു. കൊടുത്തു. ഇതേമാതിരി ടീപ്പായി ആ കഥ വെച്ച് അയാൾ ഉള്ളിൽ നിന്ന് അയാളെ ഒറിജിനൽ ഗൗരി കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഒരു സ്കെയിൽ കൊണ്ടുവന്നു, നീളത്തിൻ്റെ സ്കെയിൽ. അപ്പോൾ എൻ്റെ മരുമകൻ പറഞ്ഞു, അമ്മമ്മ കിട്ടും അടി, ഫസ്റ്റ് നമ്മൾ സ്ഥലം വിടണം, ഫസ്റ്റ് എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. പേടിക്കാൻ അടിക്കൊന്നുമില്ല, വരട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്നു, എൻ്റെ അടുത്ത് വന്നു. ഏത് നിൻ്റെ ഗൗരി ഏതാ, എൻ്റെ ഗൗരി ഏതാന്ന് ചോദിച്ചു. സാർ ഇതെന്ന് പറഞ്ഞു. അതിന് എൻ്റെ സ്കെയിൽ വെച്ചു. ആ ഗൗരി ഈ ഗൗരി അളന്നിട്ട് പറഞ്ഞു, യുവർ ട്രാൻസ്ലേഷൻ എക്സലൻറ്റ്, നല്ല ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. അളന്നിട്ട് പറഞ്ഞാണ്, വായിച്ചിട്ടില്ല. അത് ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയത് പത്മനാഭൻ ഇങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ശേഷം ഇത് അളന്നതിന് ശേഷം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഥകളെപ്പറ്റി. ഞാനതാ ഈ കഥ ഇത് പ്രകാശം പരത്തുന്ന പെണ്ണ് ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മതിയാന്ന് ഞാൻ അവിടെ ഞാനെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് ദാഹാകുന്നുണ്ട്, ചൂടെടുക്കുന്നുണ്ട്. ഒന്ന് ചോദിക്കാൻ പോയി. അത്രയും വലിയൊരു റോബസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. അത് ആദ്യം അടുത്ത് തീർന്നു. പിന്നെ രണ്ടാമത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാഹിത്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ സാർ വാനപ്രസ്ഥവും പിന്നെ ഗൗരിയായിട്ട് ഒരേ സാമ്യതയുണ്ടെന്ന് പറഞ്ഞു, ഒരു സാദൃശ്യമുണ്ട് അതിനെന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്നൊക്കെ ദേഷ്യം ഭയങ്കര ദേഷ്യം കയറി. അണിക്കൂടെ മേലെ എന്ന് പറഞ്ഞു, കടക്ക് പുറത്ത്. സാർ ഞാൻ പറഞ്ഞത് എന്താ സാർ, അത് കഥയാത്, വാനപ്രസ്ഥം കഥയാത്. ഒരു കടക്ക് പുറത്ത് ഫസ്റ്റ് രണ്ടും വായിച്ചിട്ട് വാൻ്റെ അടുത്ത് നടക്കുന്നു പറഞ്ഞു. സാർ സോറി സാർ, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല, എനിക്കൊരു തോന്നിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മുൻകൂട്ടി KT ശ്രീധരൻ എന്നൊരാൾ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട് കാസർഗോഡ്. അയാൾ പറഞ്ഞു പത്മനാഭൻ പറയുന്ന മാർഗം കേട്ടാൽ അവൻ അങ്ങോട്ടൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കത് മറന്ന് ചോദിച്ചുപോയി. അപ്പോൾ വാനപ്രസ്ഥം ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥത്തിലും അതേ ഓൾഡ് ലവേഴ്സ് ഇത് കൊടച്ചാതിൽ മീറ്റാവുന്നവർ, ഇതിൽ ഗൗരിയിൽ അവർ നേപ്പാളിൽ മീറ്റാവുന്നത്. അത് രണ്ടും അതേമാതിരി ഉണ്ട്. അത് കഥ അത് നിങ്ങൾ വായിച്ചാൽ അറിയും, ആരും പറയാറില്ല അത്രേ. ഞാനത് പറഞ്ഞുപോയി. ഇയാൾക്ക് ഇങ്ങനെ ശുണ്ടി കയറുന്ന എനിക്കറിയാം. പിന്നെ അതിൻ്റെ ശേഷം സാറി ഇന്നൊരു പ്രാവശ്യം വായിച്ചെന്ന് പറയുന്നത്, വായിക്കണമെന്നവർ പറയില്ല. ആയി സാർ ഞാൻ വായിച്ച് പറയാമെന്ന് പറഞ്ഞു. വായിച്ച് എന്നോട് പറയണം കേട്ടോ ആയെന്നാണ്. പിന്നെ ഒരു വർഷത്തിൻ്റെ ശേഷം കഥാരംഗത്തിൻ്റെ ഒരു പരിപാടിക്ക് പലരും വന്നിരുന്നു. പലപ്പോഴും മറ്റേ മരിച്ചുപോയ പ്രകാശ് അയാളും വന്നിരുന്നു. എന്നെ കണ്ടുതന്നെ ഗംഗാനല്ലേന്ന്. അതെ സാർ. വായിച്ചാ
ആ ഓർമ്മശക്തി നോക്കണം. വായിച്ചോ സാർ, വായിച്ചോ സാർ, നിങ്ങളെ ഗൗരി എക്സലൻസ് അത് കഥയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറ, അവൻ്റെ കഥയെല്ലാം കഥയാണ് എന്ന്. അപ്പോഴും ചീത്ത എം ടിന്. അപ്പോൾ ഇവർക്ക് എം ടിക്കും പത്മനാഭനും തമ്മിൽ ശരിയില്ല എന്നുള്ളത് അന്നറിഞ്ഞു എനിക്ക്. അങ്ങനെ ഒരു അനുഭവം, ഒരു എഴുത്തുകാരന് ടെററിസ്റ്റായ മാതിരി തോന്നി എനിക്കന്ന്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ മുകുന്ദൻ്റെ കഥകൾ ഞാൻ ചെയ്തു. പിന്നെ UK കുമാരൻ്റെ നല്ല നല്ല കഥകൾ, ഒരു തിരിച്ചറിയുന്നൊരു കഥയുണ്ട്. അത് കന്നഡത്തിൽ ഭയങ്കര ഹിറ്റായ കഥയാണ്. ട്രാൻസ്ലേഷൻ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ അത് നല്ല തീമിലൊരു കഥയാണ്. പിന്നെ അമ്മയുടെ ലവർ എന്ന് പറഞ്ഞ ഒരു കഥ, അമ്മയുടെ പ്രിയതമൻ. പിന്നെ അങ്ങനത്തെ ഒരുപാട് കഥകൾ ഞാൻ ചെയ്തു UK കുമാരൻ്റെ. പിന്നെ അതെല്ലാം ഈ ബുക്കിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ UK കുമാരൻ്റെ കഥകളും പിന്നെ ബാലകൃഷ്ണ മാങ്ങൻ്റെ കഥകളും പിന്നെ മുകുന്ദൻ്റെ കഥകൾ, തകഴി ദല്ലാണ്, പിന്നെ വെള്ളപ്പൊക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ MT കഥകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ. MT ബുക്ക് തന്നെ വന്നിട്ടുണ്ട്, 10 കഥകളിലെ ഒരു ബുക്ക് കളക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ചിലതിനങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ സാധാരണ കഥകൾ നോക്കും, കൃതി നോക്കും, വ്യക്തിനെ നോക്കില്ല. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ബ്രിജീര കഥകൾ വലിയ ഇഷ്ടമാണ്. ബ്രിജീര കഥകൾ 4-5 കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാമനള്ളിയിലെ ഒരു നോവൽ, എന്താ അത്, അരങ്ങൊഴിഞ്ഞ അച്യുതൻ, നിർഗമന എന്ന പേരിൽ വന്നിട്ടുണ്ടത്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നോവൽ അതൊന്നും ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ റൈറ്റേഴ്സിൻ്റെ. പിന്നെ അർഷൻ്റെ ചെയ്തിട്ടുണ്ട് ഒരു കഥ. അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാംഗ്ലൂർ റൈറ്റേഴ്സിൻ്റെ. അത് നമ്മളെ ഗബ്രിയലിൻ്റെ കഥകൾ ചെയ്തിട്ടുണ്ട്. തമാശ പറഞ്ഞാൽ ഈ ഗബ്രിയലിൻ്റെ കഥകൾ 3 കഥകൾ സെലക്റ്റായി. MT 2 കഥ, 1 കഥ റിജക്റ്റായി കന്നഡത്തിൽ. അപ്പോൾ എന്നോട് MT പറഞ്ഞു, എൻ്റെ ആ കഥ നിങ്ങൾ ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, എനിക്കൊരു ഇമേജ് ഉണ്ട് കന്നഡത്തിൽ, അത് പാഴായി പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനത് ചെയ്തു കൊടുത്തു. അത് ഇവിടെ തന്നെ റിജക്റ്റായത്. അങ്ങനെ MT പേരിലത് വന്ന് വേറെ പുസ്തകത്തിൽ വന്നു. അങ്ങനെ MT കഥകൾ. പിന്നെ ഗ്രേസി ഒരു എഴുത്തുകാരിയുണ്ട്, ഉമാദേവി അന്തർജനം, അവരെ കഥകൾ. ഇങ്ങനെ ഒരുപാട് കഥകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ എന്താണ് എനിക്ക് ഇപ്പോൾ എനിക്ക് കിട്ടിയ പേര് ഇതിലാണ്, കമലദാസിൻ്റെ കഥകൾ. ഇതുവരെ എത്ര പുസ്തകങ്ങൾ താങ്കൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്? പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ, അതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ ഈ ട്രാൻസ്ലേഷൻ കിട്ടാത്ത കഥകളാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു 50 to 60% ഒന്നും കൊണ്ടുവരാത്ത അതിൻ്റെ ഒറിജിനാലിറ്റി. ഇന്നത്തെ കൊണ്ടുവരാനേ പറ്റില്ല. ഇപ്പോൾ സ്റ്റൈലൻ മൂർഖൻ ഉണ്ട് ഒരു കഥയിൽ, പാമ്പും കന്നാടി എന്നുള്ളൊരു കഥയിൽ ലാസ്റ്റ് സ്റ്റൈലൻ മൂർഖൻ, അത് കന്നഡത്തിൽ എങ്ങനെ ചെയ്താലും ആ ശക്തി കിട്ടില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ വൈക്കത്തിൻ്റെ കഥകൾ വൈക്കത്തിൻ്റെ കഥ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കന്നഡക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈക്കത്തിൻ്റെ കഥകൾ നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ, അത് വായിച്ച് അനുഭവിക്കണമെങ്കിൽ മലയാളം പഠിച്ച് തന്നെ വായിക്കണമെന്ന്. കന്നഡത്തിലാവട്ടെ, തെലുങ്കിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ അത് ഒറിജിനമില്ല. ഇങ്ങനെ ഒരു മനുഷ്യനൊരു കഥയുണ്ട്, എന്ത് ചെറിയ കഥയാണ് അത്. ഇങ്ങനെ ഒരു മനുഷ്യനൊരു കഥയുണ്ടല്ലോ, അത് ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കിലും കൂടി വന്നിട്ടുണ്ടത്. പിന്നെ ആ കഥ 4-5 ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിന്നും കന്നഡത്തിലേക്ക്. ഒരുപാട് ആൾക്കാർ, ഡോക്ടർ അശോക് കുമാർ ചെയ്തിട്ടുണ്ട്, KK നായർ ചെയ്തിട്ടുണ്ട്, മോഹൻ കുണ്ടാർ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും പിന്നെ ഒരാൾ 4-5 ആൾ ചെയ്തിട്ടുണ്ട്. അത് ആ കഥ അത്ര ഇഷ്ടമാണ്. അതിന് അനീഷ് ബഷീറാണ് അതിൻ്റെ പെർമിഷൻ തന്നത്. അപ്പോൾ അതിൻ്റെ ആ കഥകൾ ഏറ്റവും പ്രചാരമുള്ള കഥ എന്നത് എല്ലാവരും ഇപ്പോഴും പറയുന്നത്. ഇംഗ്ലീഷ് വന്നുകൊണ്ടെങ്കിൽ ഒരുപാട് കന്നഡക്കാർക്കത് മനസ്സിലായി. അങ്ങനെ ആ കഥ. പിന്നെ വൈക്കത്തിൻ്റെ കഥക്ക് അതേ ഒരു പ്രത്യേകതയുണ്ട്. അതിന് ട്രാൻസ്ലേറ്റ് ചെയ്താലും അത് പെർഫെക്ഷൻ കിട്ടാതൊരു കഥയാണ്. ബഷീറിൻ്റെ കഥകളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് അത്രയേ ഉള്ളൂ ബഷീറിനെ പറ്റി പറയാൻ.
പിന്നെ ഏറ്റവും കൂടുതൽ മാധവിക്കുട്ടിയുടെ കഥകളെ പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ബാംഗ്ലൂർ റൈറ്റേഴ്സിനെ പറ്റി ഞാൻ ഒരുപാട് എല്ലാവരും ആൾമോസ്റ്റ് എല്ലാ റൈറ്റേഴ്സിനെ പറ്റിയും ഒരു കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലതെല്ലാം ഇവിടുത്തെ മാഗസീനിൽ വന്നു, പിന്നെ ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, എന്താ പറഞ്ഞാൽ ബാംഗ്ലൂർ റൈറ്റേഴ്സിൻ്റെ മാത്രം കഥകൾ, ചെറുകഥകൾ ഒരു കളക്ഷൻ കൊണ്ടുവരണം ബാംഗ്ലൂർ റൈറ്റേഴ്സിൻ്റെ. അതിന് ഒരുപാട് വിരോധം മലയാളീസിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ കഥകളെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ഒരു കഥ, ഒരു നോവലിനെ പറ്റി, ഇതിൻ്റെ ഷക്കീലിനെ പറ്റി ഞാൻ പറയണം. ഷക്കീല ആ ബുക്ക് ഞാൻ ചെയ്യണമെന്നൊന്നും ചെയ്തതല്ല. അതെന്ത് പറ്റിയെന്ന് ഇവിടുത്തെ ഒരു ഉദയവാണി എന്നൊരു പേപ്പറുണ്ട്, കന്നഡ പേപ്പർ ഉദയവാണി. അതിൽ ജോഗിൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, വികാസ് നഗലോണി ജോഗി എന്ന് പറഞ്ഞു. അപ്പോൾ ജോഗി എന്നോട് വിളിച്ചു പറഞ്ഞു, ഷക്കീലയിലെ ആത്മകഥ വന്നിട്ടുണ്ട്, 2 ചാപ്റ്റർ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുമായിരുന്നു. അതൊന്നും ബുക്കിൽ എൻ്റെ അടുത്ത്. അങ്ങനെ DC ബുക്സിൽ പോയി കോരമംഗലം. അപ്പോൾ DC ബുക്സ് ഉണ്ട്, കോരമംഗലം പോയി. ഒരു കോപ്പി ഇല്ല. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞു, ഇല്ല സാർ അതിന് കാലിയായിട്ടുണ്ട്, എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, അതില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചു പറഞ്ഞു, കിട്ടിയില്ല, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ അത് കൊണ്ടുവച്ച് നമുക്ക് 2 ചാപ്റ്റർ അർജൻറ്റ് വേണം, നിങ്ങൾ മലയാളി ഫ്രണ്ട്സോട് ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ സെയിൽസ്മാൻ പറഞ്ഞു, എൻ്റെ ഒരു കോപ്പി ഉണ്ട് സാർ, നിങ്ങൾക്ക് വേണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോപ്പി കൊണ്ടുവന്നു. അത് വന്ന് 2 ചാപ്റ്റർ അന്ന് തന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ വലിയ സാഹിത്യമൊന്നുമില്ല. പിന്നെ അതിൽ ഒരു തമാശ പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനലായിട്ട് പേരില്ല, ആരെഴുതിയൊന്നുമില്ല. നോക്കണത് നല്ല എഴുത്താൻ അത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ആരെഴുതി ഒറിജിനലായിട്ട് പേരേ ഇല്ല സാർ അതിലെന്ന് പറഞ്ഞു. ശരി, 2 ചാപ്റ്റർ പബ്ലിഷ് ചെയ്തു. അത് 2 ചാപ്റ്റർ പബ്ലിഷ് ചെയ്തേ അതിൻ്റെ റൂപത്താരെന്ന് പറഞ്ഞ് ഫിലിം മാഗസിൻ ഉണ്ട്, അവർ എന്നോട് വിളിച്ചു പറഞ്ഞു 2 ചാപ്റ്റർ നമുക്ക് വേണമെന്ന് പറഞ്ഞു. 2 ചാപ്റ്റർ അവർക്ക്. പിന്നെ ഹായ് ബാംഗ്ലൂരിൻ്റെ രവി ബെളകരെ വിളിച്ചു പറഞ്ഞു, അവർക്ക് 2 പേപ്പറുണ്ട്, 4 അധ്യായം. ഇങ്ങനെ പിന്നെ കന്നഡപ്രഭ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈ ആത്മകഥാൻ്റെ ഒരു അധ്യായം വെക്കുന്നില്ലാതെ എൻ്റെ ഫോട്ടോ, എൻ്റെ ഫോൺ നമ്പറും കൊടുത്തു. അതിന് ശേഷം എനിക്ക് കിട്ടി ചീത്ത. മാധവിക്കുട്ടിയുടെ കഥകൾ, MTയുടെ കഥകളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഈ ഷക്കീലിനെ സെക്സ് ബോംബിനെ പറ്റി നിങ്ങൾ എന്തിനാണ് ചെയ്തത്? നിങ്ങൾ ഫാമിലി റൈറ്റർ എന്ന് വിചാരിച്ചു. ഒരുപാട് എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. ഒരുപാട് അതിലും ഈ പ്രേമ എന്നൊരു ആക്ടറുണ്ട്, അവർ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ಸರ್ ದಯವಿಟ್ಟು ಅಂತ ಇದಲ್ಲಿ ಬರೀಬೇಡಿ, ನಿಮ್ಮ ಬಗ್ಗೆ ಒಳ್ಳೆ ಒಪಿನಿಯನ್ ಇದೆ ನಮಗೆ. ಸರಿ, ನಾನು ಬರೆಯೋದಿಲ್ಲ ಅಂದರು. പിന്നെ അത് അപ്പോഴത്തേക്ക് ഒരു 21 ചാപ്റ്ററിൽ ഒരു 16 ചാപ്റ്റർ കഴിഞ്ഞു, എൻ്റെ പേപ്പറിലും കൊടുത്തു വന്നു. അത് എനിക്ക് ഈ കന്നഡത്തിൽ പേര് തന്നത് ഷക്കീലാണ്. പിന്നെ അതിന് ശേഷം ഒരു ദിവസം ഈ ജോഗി, അത് ഞാൻ പറഞ്ഞ എഡിറ്റർ, ഒരു ಮೀಟಿಂಗಲ್ಲಿ ಕಂಡು, ಗಂಗಾಧರ್ ನೀವು ಅದನ್ನು ಎಲ್ಲ ಮಾಡಿಬಿಡಿ, 5 ಚಾಪ್ಟರ್ ಬಾಕಿ ಇದೆಯಲ್ಲ ಅದನ್ನು ಮುಗಿಸ್ಬಿಡಿ, ಬುಕ್ ಮಾಡೋಣ ಒಂದೊಂದು. ಸರಿ, 5 ಚಾಪ್ಟರ್ ചെയ്തു കൊടുത്തു ಅಂಕಿತ ಕೊಡ್ತು. ಅಂಕಿತ ಅಂಥದ್ದೆಲ್ಲ ನಾವು ಮಾಡೋದಿಲ್ಲ ನಾನು. ಅಂಕಿತ പിന്നെ ಶಿವಗಲൊരു ഒരു പബ്ലിഷൻ അവരോട് ചോദിച്ചു, അവരൊന്നും സമ്മതിച്ചില്ല. ലാസ്റ്റ് സാവണ്ണ പബ്ലിക്കേഷൻ ഉണ്ട്, ഒരു മുസ്ലിമാണ് അയാൾ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു, അത് പബ്ലിഷ് ചെയ്തു. ബുക്കായി അത് നല്ല സെയിൽസ് കിട്ടി, 1000 കോപ്പിക്ക് 1000 കോപ്പിയും പോയത്. അപ്പോൾ എന്നോട്, അപ്പോൾ ഞാൻ വെച്ച് ഇത് ആരെല്ലാം വാങ്ങുന്നുണ്ട് എന്നോട് ചോദിച്ചു. ആരോട്? ഈ ജമീൽ എന്ന് അയാളുടെ പേര്, ആ പബ്ലിഷറുടെ പേര്. എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്, ആരെങ്കിലും ചീത്ത ആരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പുസ്തകം ആരെങ്കിലും ചീത്ത പറഞ്ഞു എഴുതാൻ പാടില്ല, അവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വലിയ കവികൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ഫിലിം ആക്ടേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ പേര് ആർക്കും അറിയില്ല, എന്നാലും നിങ്ങൾ ഈ ബുക്ക് മാത്രം ഒരുപാട് ആൾക്കാർ വായിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബുക്ക് അങ്ങനെ വന്നു. പിന്നെ സെക്കൻഡ് എഡിഷൻ വന്നതിന് അതെല്ലാമായി. പിന്നെ അപ്പോഴാണ് എനിക്ക് ഒരു 10,000 രൂപ തന്നവർ ട്രാൻസ്ലേറ്റ് ചെയ്തതിന്. അവരെന്ത് ചെയ്തു, ഈ ഷക്കീലൊക്കെ എഴുതി.
ഷക്കീല പറഞ്ഞു എനിക്ക് കാശ് കിട്ടണം, ഞാൻ പെർമിഷൻ തന്നിട്ട് ഷക്കീലക്ക് 10,000 കൊടുത്തു. പിന്നെ അതിന് എഴുതിയ ആളുണ്ടല്ലോ ഒറിജിനൽ റൈറ്റർ അർഷാദ് ബത്തേരി എന്ന് പറഞ്ഞിട്ട്, അത് പേര് കേട്ടിട്ടുണ്ടാവും, അർഷാദ് ബത്തേരി. അവർ പറഞ്ഞു ഞാനാണ് അത് എഴുതിയത്, അതുകൊണ്ട് നിങ്ങൾ എനിക്കും കാശ്. അങ്ങനെ 30,000 രൂപ കൊടുത്തു. അതിൻ്റെ ശേഷം ഈ ഷക്കീല ഞാൻ മറന്നു അടുത്തേക്ക്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ മോൻ കുണ്ടാറുടെ പ്രാവശ്യം, അല്ല മോൻ കുണ്ടാറില്ല, വേറൊരു സാഹിത്യകാരൻ വന്നു. എന്നുവെച്ചാകുമ്പോൾ നമ്മൾ ഈ ഇതിൽ പോകുന്നുണ്ട്, ആട്ടോയിൽ പോകുന്നുണ്ട് സാഹിത്യ പരിഷത്തിലേക്ക്. അയാളും ഈ സാഹിത്യകാരനും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം KK ഗംഗാന്നായിരുന്നു, ഇപ്പോൾ ഷക്കീല ഗംഗാന്ന് ഫേമസ്, നമ്മളെ എല്ലായിടത്തും അങ്ങനെയാണ് പേരിപ്പോൾ ഷക്കീല ഗംഗാധരൻ എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ചമ്മലായി പോയത്. അങ്ങനത്തെ പേര് ഇരിക്കട്ടെ, അതൊരു ഗ്ലാമർ നിങ്ങളത്, അവളുടെ ഗ്ലാമർ നിങ്ങളെ ഗ്ലാമർ അധികമായിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി, ഈ അപ്പോൾ ഈ ആട്ടോക്കാരനെ സൈഡിൽ ആട്ടോ നിർത്തി, ഷക്കീല എഴുതിയത് നിങ്ങളാ സാർ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ತುಂಬ ಅದ್ಭುತವಾಗಿದೆ, അദ്ഭുതമായിട്ട് നിങ്ങളെ അത് നമുക്കെല്ലാം വായിച്ച് കണ്ണിന് വെള്ളം വന്നു എന്നെല്ലാം പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒന്നുമില്ല, സാധാരണ ഒന്നും അത് ഇല്ല, ഞാൻ വായിച്ചത് ഒരേ ബുക്ക് അത്. ഈ ആട്ടോക്കാരൻ പറഞ്ഞു. പിന്നെ നമ്മൾ സാഹിത്യ പരിഷത്തിൽ എത്തിയോണ്ട് കാശ് വേണ്ട സാർ, അങ്ങനത്തെ ബുക്ക് തന്നെ കാശ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫ്രണ്ട് കാശ് അയാളെ പിടിപ്പിച്ചു. അങ്ങനെ ഷക്കീൽ അങ്ങനെ. പിന്നെ ഈ അവാർഡിന് സാഹിത്യ അക്കാദമി, കർണാടക സാഹിത്യ അക്കാദമിക്കാർ അവാർഡിന് ബുക്ക് കാൽഫർ ചെയ്യും. അപ്പോൾ ഞാൻ മാധവിക്കുട്ടിയുടെ 101 കഥകൾ, MT 15 കഥകൾ, പിന്നെ ഈ ഷക്കീലയും കൊടുത്തില്ല, ഈ 2 കഥകൾ കളക്ഷൻ കൊണ്ടുപോയി കൊടുത്തു. 2 വിദ്വാൻമാർ ഈ ക്ലർക്കിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവർ വലിയ വലിയ ആൾക്കാർ, PhD ചെയ്യുന്ന കുട്ടികളാണ് അവർ. ഞാൻ അങ്ങനത്തെ കുട്ടികളും അധികം ഞാൻ അതെല്ലാം കൊടുത്തു. ഇങ്ങോട്ട് തിരിയുമ്പോൾ അക്ലാൻമെൻറ്റ് വാങ്ങിച്ച് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു ക്ലാസ് 4 ഓടി വന്നു. സാർ നിങ്ങൾ കറിത്താ ഇದ್ದಾರೆ എന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ട് വരുന്നു പറഞ്ഞു. പോയി പറഞ്ഞു ചേറാക്കോ, അവർക്ക് ചേരെടുക്കുന്നു പറഞ്ഞു. ഇരുത്തി പറഞ്ഞു കാഫി കുടിക്കുന്നു ചായ കുടിക്കുന്നു സാർ, ഞാൻ ഷുഗർലെസ് കാഫി വേണമെന്ന് പറഞ്ഞു. കാഫി തന്നു, 2 ബിസ്ക്കറ്റ് കിട്ടി. പിന്നെ ഷക്കീല അതേ നിങ്ങളെ സാറിന് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറയണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് ഇപ്പോഴത്തെ ലോകം ഇതാണ്, എന്താ പറഞ്ഞാൽ ഗ്ലാമറിൻ്റെ ബാക്കിലാണെന്നുള്ളത്. മാധവിക്കുട്ടി ഒരു പ്രാവശ്യം ഇന്ത്യൻ ഗവൺമെൻറ് നോബൽ പ്രൈസിന് റെക്കമെൻഡ് എഴുത്തുകാരിയാണ്. MT ഇത് ജ്ഞാനപീഠ അവാർഡിയാണ്. അങ്ങനത്തെ ആളെ സ്വീറ്റും കാപ്പിയും തന്നില്ല, ഷക്കീല തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പൊട്ടിച്ചു വെച്ചു അവരെല്ലാം. അപ്പോൾ അവരെല്ലാവരും പരിചയം, ഒരു PhD ആക്കുന്നതാണ്, അവരെല്ലാം പൊട്ടിച്ചു വെച്ചു. അതൊരു അനുഭവം എനിക്ക് വലിയൊരു എന്തത് രോചകമായ അനുഭവമായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ ബുക്ക് എഴുതിയ നല്ല ശൈലി സാർ നിങ്ങളത്, കന്നഡം ഇത് ട്രാൻസ്ലേഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞാലേ ഞാൻ ബാക്കി ബുക്ക് നിങ്ങൾ വായിക്കണം, മാധവിക്കുട്ടിയുടെ കഥകളും MTയുടെ കഥകളും അത് നിങ്ങൾ വായിക്കും. അതിനെപ്പറ്റി പറഞ്ഞ എനിക്ക് സന്തോഷം. പിന്നെ അതേമാതിരി ഈ ഷക്കീല പുസ്തകം എഴുതിന് പബ്ലിഷ് ആയതിന് ശേഷം 3 ആക്ട്രസ്, ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞില്ല, 3 ആക്ട്രസ് എനിക്ക് ഫോൺ ചെയ്തു. ഇതെല്ലാം ഒന്നുമല്ല സാർ, നമ്മുടെ ജീവിതം ഇതിനേക്കാളും റിച്ചഡ് ലൈഫാണ് നമ്മളത്, അത്രയും മോശപ്പെട്ട ജീവിതമാണ് നമ്മളത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഷക്കീല ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ട് വായനക്കാരാണ്. അങ്ങനെ ഷക്കീലയുടെ കഥ അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ഈ ഇവരുണ്ടല്ലോ എന്ത് സുമൻ കിത്തൂർ പ്രോഗ്രസീവ് ഇതാണ്. അവർ എന്നെ വിളിച്ചു പറഞ്ഞു ഷക്കീലൊന്ന് ആത്മകഥ നമ്മൾ സിനിമയാക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് എന്ത് ഹെൽപ്പ്, അയാൾ നമ്പർ വെച്ചാൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് നമ്പറില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ജമീനോട് ചോദിക്കും, അവർ നമ്പർ തരും, ഫിലിമാക്കുന്ന ആക്കിക്കോളും എന്ന് പറഞ്ഞു. അവർ 20 ലക്ഷം ചോദിച്ചു ഷക്കീല എന്നോട്. പിന്നെ രണ്ടാമത്തെ സുമൻ കിത്തൂർ ഫോൺ ചെയ്ത് പറഞ്ഞു 20 ಲಕ್ಷ ಕೇಳ್ತಾರೆ ಸರ್, 3 ಲಕ್ಷ നമുക്ക് കൊടുಬೋದು. അപ്പോൾ ഞാൻ പറഞ്ഞു അതത്രയാ, അവർക്ക് വേറെ ഒരു പ്രൊഫഷൻ ഇല്ല, അവർക്ക് 20 ലക്ഷം ചോദിച്ചാൽ അവർക്ക് ജീവിതമായി, അതുകൊണ്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഒരു തമാശ പറഞ്ഞാൽ ഈ ഷക്കീല പുസ്തകം വായിച്ച ഒരു ഡോക്ടർ
ഹൊന്നാളി എന്നൊരു സ്ഥലം ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ എവിടെയുണ്ടത്, ഷിമോഗ ദാവൺഗഡ് ഡിസ്ട്രിക്റ്റ്. അവിടെ ഫോൺ ചെയ്തു ആ ഡോക്ടർ എന്നോട്, സാർ ഞാൻ ഷക്കീലിനെ കല്യാണം കഴിക്കാൻ റെഡിയാണ് സാർ. അപ്പോൾ നിങ്ങളോ? അയാൾ ഞാനൊരു മുസ്ലിമാണ്, നമുക്ക് എത്ര വേണമെങ്കിൽ കെട്ടാം. ശരി, എൻ്റെ അടുത്ത് നമ്പറില്ല, നിങ്ങൾ ജമീലിനോട് ചോദിച്ചു. ജമീലിൻ്റെ പേരിട്ടു. ജമീലും കൊടുത്തില്ല, നമ്പർ കൊടുത്തില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് കല്യാണം ചെയ്യുന്നതാണ്, ഞാൻ ലൈഫ് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു. എന്നോട് ഞാൻ ട്രാൻസ്ലേറ്റർ അല്ലാതെ ബ്രോക്കർ അല്ല എന്ന് പറഞ്ഞു. അതിന് സൈലൻ്റായി ഒരു അങ്ങനെ ഒരു അനുഭവം. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് സുഖം വന്നാലും ചെറിയൊരു പനി വന്നാൽ നിങ്ങൾ നമ്മളെ ക്ലിനിക്കിൽ വരും, ഞാൻ ഫ്രീ ട്രീറ്റ്മെൻറ്റ് തരാം. ഞാൻ ഇവിടുന്ന് 8 മണിക്ക് കഴിഞ്ഞ് പനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവിടെ പോകണം. അങ്ങനെ ഡോക്ടർ കഥ അങ്ങനെ തീർത്തു ഞാൻ. അതിനുശേഷം ഷക്കിൽ എപ്പോഴും ചില സമയത്ത് ആര് കണ്ടാലും പറയും, ആദ്യം ചോദിക്കുന്നത് ഷക്കില നിങ്ങൾ എഴുതിയതാണ്. MTയും പിന്നെ മാധവക്കുട്ടി എത്ര നിങ്ങൾ 235 കഥകൾ എഴുതിയതിന് ശേഷം നിങ്ങൾ ഷക്കയിലെ ഒറ്റ ബുക്ക്. അപ്പോൾ ഈ ലോകം തന്നെ ഗ്ലാമറിൻ്റെ ബാക്കിലാണ്. ഈ നല്ല നല്ല ക്രിയേറ്റീവ് റൈറ്റിങ്സിന് ആരും ഒരു അപ്രോച്ച് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ്. ഇതുവരെ എത്ര പുസ്തകങ്ങൾ താങ്കൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്? പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? പുസ്തക രൂപത്തിൽ വന്ന ആദ്യത്തെ നോവലാണ് ദമയന്തി. അത് കുറുമ്പ് ഭാഷാ ഭാരതിക്കാർ പബ്ലിഷ് ചെയ്തതാണ്, K. കവിത എഴുതി. രണ്ടാമത് കമലദാസിൻ്റെ കഥകൾ ലങ്കേഷ് പത്രിക കൊണ്ടുവന്നു. പിന്നെ ബള്ളളിയുടെ ബാളിക വിളക്കു, വെളുത്ത സൂര്യന്മാരുടെ കറുത്ത നക്ഷത്രത്തിൻ്റെ കന്നഡ വിവർത്തനം ബള്ളളിയുടെ ബാളിക വിളക്കുന്നാക്കി K. കവിത എഴുതുന്നത്. അതും ഹേമന്ത സാഹിത്യ അവർ കൊണ്ടുവന്നു. പിന്നെ നിർഗമന അരുണ്യച്യുതൻ സുധാകരൻ രാമനല്ലരുത്, അത് ഹേമന്ത സാഹിത്യകാരൻ. പിന്നെ ഗൗരീനൊരു കഥയുടെ കളക്ഷനാണത്. അതിൽ തകഴിയുണ്ട്, നമ്മളെ ബാംഗ്ലൂർ റൈറ്റേഴ്സിൻ്റെ എല്ലാ കഥകളും എല്ലാവരും കഥകളും ഞാൻ ചേർത്തിട്ടുണ്ട് അതിൽ ഗൗരിയിൽ. പിന്നെ കമലദാസ് കഥകൾ ചന്ദന പബ്ലിക്കേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നോവല്, ചന്ദന മരങ്ങൾ എന്നുള്ളൊരു നോവല്. പിന്നെ ഏറ്റുമാനൂഷങ്ങളുടെ അഷ്ടമംഗലം. പിന്നെ MT മലയാളം കഥകളോ, MTയുടെ കഥകൾ, അതും ഹേമന്ത സാഹിത്യം അവർ കൊണ്ടുവന്നാണ്. അല്ല, അങ്കിതക്കാർ കൊണ്ടുവന്നാണ്. പിന്നെ കമലാദാസ് അവരുടെ സമഗ്ര കഥകളും ഹേമന്ത സാഹിത്യം 101 കഥകളാണത്. പിന്നെ മലയാളമിന ശ്രേഷ്ഠ കഥകളും, അത് നവകർണാടക പബ്ലിക്കേഷൻസ്. പിന്നെ വൈറ്റ് ഹില്ല് മെഴുവേലി ബാബു എഴുത്, അത് മംഗളത്തിന് വേണ്ടിയിട്ട് സീരിയലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ധർമ്മചക്രം ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ, അതിന് നല്ല പേര് കിട്ടി. എനിക്കൊരു ഞാൻ ഗുരുവായൂരിൽ പോയി എനിക്കൊരു സ്വീകരണം തന്നു. അവിടുത്തെ ഒരുണ്ടല്ലോ എന്താ പ്രീസ്റ്റ്, ആ പ്രീസ്റ്റിൻ്റെ കാല് പിടിച്ച് നമസ്കരിച്ചു. അപ്പോൾ ചീഫ് പ്രീസ്റ്റ് ആശീർവദിച്ചത് അത് ധർമ്മചക്രമാണ്. പിന്നെ കമലദാസിൻ്റെ 2 കളക്ഷൻസ്, ಒಂದು ಪ್ರೀತಿಯ ಕತೆ, പിന്നെ ബേസിക രജ, അത് ഒരു കഥയുടെ പേരാണത്. അത് വസന്ത പ്രകാശൻ കൊണ്ടുവന്നു. പിന്നെ മാഫിയ മെഴുവേലി ബാബുജിയുടെ മംഗളത്തിന് വേണ്ടി എഴുതുന്നതാണ്. പിന്നെ മലയാളം കഥകളും കുറുമ്പ് ഭാഷ പറ്റുമ്പോൾ അതിനാണ് ഇപ്പോൾ ഇത് സെൻട്രൽ അക്കാഡമി അവാർഡ് കിട്ടിയത്, മലയാളം കഥകളും അത്. പിന്നെ ബിരിയാണി സന്തോഷ് ചിക്കാനത്തിൻ്റെ നല്ല കഥകളിലൊരു ബുക്കാണത്. അവർ ഇതും കുറുമ്പ് ഭാഷ ഭാരതിക്കാർ, ഗവൺമെൻറ് ഓഫ് കർണാടക. പിന്നെ മലയാളി മനകെ, അത് അങ്കിതക്കാർ കൊണ്ടുവന്നു. ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി, കേട്ടിട്ടുണ്ട് പേര്. പിന്നെ റോഷാഗ്നി മെഴുവേലി ബാബുജിത്, അത് കൽപ്പവൃക്ഷ പ്രകാശന അവർ. പിന്നെ EK നായനാർ ആത്മകഥ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അക്ഷല പ്രകാശനാന്ന് പറഞ്ഞിട്ട്. അത് പയ്യന്നൂർ കുഞ്ഞിരാമൻ എഴുതിയാണ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ പുതൂർ വ്യക്തിചിത്രം സെൻട്രൽ അക്കാഡമിക്ക് വേണ്ടി ചെയ്തത്. പിന്നെ അതിമൂറൻ രാത്രി, അത് ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ ഒരു നോവലാണ്. പിന്നെ കമലാദാസ് കഥകളോ അങ്കിത പുസ്തകർ ഇപ്പോൾ കൊണ്ടുവന്നേ. പിന്നെ സൗപർണിക ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ. പിന്നെ പഞ്ചതീർത്ഥ ഏറ്റുമാനൂർ ശിവകുമാർ.
പിന്നെ സഹൃദയരും ಮತ್ತು ಇತರ ಕಥೆಗಳು, ಅದು ಕಮಲದಾಸൻ്റെ കഥകൾ ലാസ്റ്റ് വാല്യൂം വന്നത് 30 കഥകളെ. പിന്നെ ഒ വി വിജയൻ, അതിപ്പോൾ പ്രിൻറ്റിങ് ഉണ്ടത്, അത് വരും, അടുത്ത് വരും. അത് ചന്ദ്രപ്രകാശ് എന്നൊരാൾ എഴുതി, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന തക്കാരം, ഇങ്ങനെ 29 ബുക്കുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ 3 ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത 3 കഥകൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കഥ ജന്മദിനം, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നവനീറ്റയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മകൾ മാധവക്കുട്ടിയുടെ, അത് അക്കമഹാദേവി യൂണിവേഴ്സിറ്റി വിജയപുര അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു കഥ പ്രഭാകരൻ പഴശ്ശിയുടെ, ആ പേര് മലയാള പേര് മറന്നു, അത് കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം 9ാം ക്ലാസ്സിൽ അത് വന്നിട്ടുണ്ടത്. അങ്ങനെ 3 കഥകൾ, അത് ഒരു അവാർഡിന് തുല്യമാണത്. ഈ 3 കഥകൾ ഇതിൽ കൂട്ടുന്നുണ്ട്. അത് ഒരുപാട് സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഷാർട്ടിന് എൻ്റെ കഥകൾ സെലക്ട് ചെയ്തവർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ. പറയാം, പുരസ്കാരങ്ങൾ ഒരുപാട് സ്വീകരണമെല്ലാം അറിയില്ല കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് 2010 നല്ല ട്രാൻസ്ലേഷൻ അവാർഡ് ബള്ളവീത ബാലിക ഇതല്ലല്ലോ, അത് കെ കവിതയുടെ വെളുത്ത സ്വരം കറുത്ത, അതിന് കിട്ടി. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ കിട്ടിയ അവാർഡാണത്. പിന്നെ അതിൻ്റെ ശേഷം 2015 സമഗ്ര ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടി, അത് 2018. അതിൻ്റെ ശേഷം 2023 ഇപ്പോൾ ഈ സെൻട്രൽ അക്കാഡമിയുടെ അവാർഡ്. പിന്നെ ബാക്കി സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ബാക്കി ചില്ലറ അവാർഡുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്, ലോക്കൽ അവാർഡ്സിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച കന്നഡ വിവർത്തനത്തിനുള്ള പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയുള്ള മലയാളം കഥകളു എന്ന സമാഹാരത്തിനാണ്. ഈ സമാഹാരത്തിലെ എഴുത്തുകാരുടെ രചനകളെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? അത് മലയാളം കഥകളെന്ന് അതിൻ്റെ പേര്, ആ പുസ്തകത്തിന് വേണ്ടി മലയാളം കഥകൾ. അപ്പോൾ എനിക്ക് 2018 കുടുംബ ഭാഷാ വാർത്തക്കാർ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒരു അവാർഡ് തന്നു. അത് 50,000 രൂപയും പിന്നെ അതും തന്നു അവർ. അതെന്ത് പറ്റി, അവരെ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, അവർ അവാർഡ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ അവാർഡ് കിട്ടിയതിന് ശേഷം അവരൊരു ബുക്ക് അവർ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ പ്രിൻ്റ് ചെയ്തതോ ചെയ്യാത്തതോ എന്ത് കൊടുത്താലും അവർ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യാത്ത കഥകളുണ്ടായിരുന്നു, ആ കഥകളെല്ലാം എടുത്തു ഒരു 30 കഥകളാക്കി ഞാൻ അവർക്ക് കൊടുത്തു. അതാണ് മലയാളം കഥകൾ. അതിൽ 25 കഥകൾ അവർ സെലക്ട് ചെയ്തു, അത് പബ്ലിഷ് ചെയ്തു. അതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച കന്നഡ വിവർത്തനത്തിനുള്ള പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയുള്ള മലയാളം കഥകളു എന്ന സമാഹാരത്തിനാണ്. ഈ സമാഹാരത്തിലെ എഴുത്തുകാരുടെ രചനകളെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? മലയാളം കഥകളു ഇതിനാണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഇതിൽ 25 കഥകളുണ്ട്, ടോട്ടൽ 25 കഥകൾ. അത് ആരുതെന്നു പറഞ്ഞാൽ, ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, പിന്നെ MT വാസുദേവൻ 2 കഥകൾ, പിന്നെ T പത്മനാഭൻ്റെ ഒരു കഥ, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു കഥ, അയ്യപ്പ് പാറമേലിൻ്റെ ഒരു കഥ, E ഹരികുമാറിൻ്റെ ഒരു കഥ, പിന്നെ അഷ്ടമൂർത്തിയുടെ ഒരു കഥ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള 2 കഥകൾ, UK കുമാറിൻ്റെ 2 കഥകൾ, PN വിജയൻ്റെ ഒരു കഥ, സന്തോഷ് ഏച്ചിക്കാന്തിൻ്റെ 2 കഥ, ബെന്യാമിൻ്റെ ഒരു കഥ, അംബികാസുധൻ മാങ്ങാൻ്റെ ഒരു കഥ, പിന്നെ KMK കുഞ്ഞബ്ദുള്ള അവരൊരു കഥ, പ്രൊഫസർ ചന്ദ്രമതിയുടെ 2 കഥകൾ, പിന്നെ പ്രഭാരം പഴശ്ശിയുടെ ഒരു കഥ, പ്രസന്നൻ ചമ്പക്കര അവരൊരു കഥ, ഉമാദേവി അന്തർജൻ്റെ ഒരു കഥ, KK രാഘവൻ്റെ ഒരു കഥ. അങ്ങനെ 19 കഥകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല പ്രിൻറ്റിംഗ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് വലിയ ഇഷ്ടപ്പെട്ട കഥകളായിരുന്നു എനിക്കത്. അത് വന്നു, അതിന് അവാർഡ് വന്നു, സെൻട്രൽ അവാർഡ് വന്നു എന്നാൽ അതൊരു പെരുമ തന്നെ പറയാം. കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രമുഖരിൽ ഒരാളാണ് താങ്കൾ. വിവർത്തനമല്ലാതെ മറ്റ് എന്തൊക്കെ രചനകളാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടില്ല. സ്വന്തമായി കഥകളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ലേഖനങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ 2006 സെൻറ്റിനറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു
ജനറൽ തിമ്മയ്യ, കൊടയിലത്തെ ആളാണ്. അയാൾ ജനറലായിട്ടുണ്ടായിരുന്നു. ജനറൽ കാര്യപ്പന് ശേഷം ഇയാൾ ജനറൽ തിമ്മയാണ്. അപ്പോൾ അയാളെ പറ്റി ലേഖനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൊടകിലെല്ലാം പോയി. മൈസൂർ, കൊടക്, ഇവിടുത്തെ ASCയിൽ അയാൾ മറവ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അത് പിന്നെ അവരെ മകളിൽ പുട്ടേനള്ളിയിൽ അവർ ഫ്രഞ്ച് നെയിമാണ്, അവർ മിറ എന്നൊരു പേര്, പക്ഷേ സ്പെല്ലിങ് പറയാന്ന്. അത് ആ സ്പെല്ലിങ് പറയണമെങ്കിൽ ഞാൻ നോക്കേണ്ടി വരും. അത് അപ്പോൾ അവരെല്ലാം കണ്ട് പിടിച്ച് ഞാൻ അത് ഞാൻ ഇരുന്നെഴുതിയതല്ല, നടന്നെഴുതിയ ഒരു ലേഖനമാണത്. അപ്പോൾ അത് ഒരു ലേഖനം വന്നു. അതിൻ്റെ ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 150 വർഷത്തിൻ്റെ കഥ എഴുതി. അതിനുശേഷം 2013 പിന്നെ RMS ഞാൻ വർക്ക് ചെയ്യുന്ന RMSൽ അതിന് 150 വർഷം അതിനൊരു ലേഖനം മതി. അത് ഇങ്ങനെ എൻ്റെ മേജർ 3 ലേഖനമാണ്. പിന്നെ 8 കൊല്ലം ഞാൻ റൂപ്പത്താരയിൽ മലയാള സിനിമയെ പറ്റി എഴുതുന്നുണ്ടായിരുന്നു. നിരൂപണമല്ല, ഒരു പരിചയം പോലെ, ഇന്നാൾ ഇങ്ങനത്തെ സിനിമ എഴുതുന്നത്. അപ്പോൾ എനിക്ക് കാലം തന്നിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ മലയാളം, തമിഴ് എനിക്ക് തമിഴ് സിനിമയെ പറ്റി എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ വൈദ്യലോകം എന്നൊരു പത്രമുണ്ട് ഇവിടുത്തെ. അപ്പോൾ വൈദ്യലോകത്തിലേക്ക് അത് ആക്ച്വലി ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേഷനാണ്. ആയുർവേദമെല്ലാം മലയാളത്തിൽ നിന്ന് വരും. അത് ഞാൻ അതിൽ കൊടുത്തിരുന്നു. പിന്നെ അതേമാതിരി അങ്ങനത്തെ ചില കാലംസ് ഞാൻ കേട്ടിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദശകങ്ങളായി താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ തട്ടകം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ മലയാള സാഹിത്യ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ബാംഗ്ലൂരിലെ സാഹിത്യ രംഗത്തെപ്പറ്റി, പ്രത്യേകിച്ചും മലയാളികളുടെ സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി താങ്കളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് ബാംഗ്ലൂരിൽ കന്നഡ സാഹിത്യം ഉണ്ടല്ലോ, കന്നഡ സാഹിത്യത്തിൽ സാധാരണ എല്ലാ ഇതിലും പോകുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല പോകാൻ. മലയാള സാഹിത്യത്തിൽ എനിക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. സാഹിത്യത്തിനാണ് രാഷ്ട്രീയം ജാസ്തി കാണുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ യെഡിയൂരപ്പൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അനന്തമൂർത്തി യെഡിയൂരപ്പന് ഭയങ്കര ക്രിട്ടിക്കായിരുന്നു, ഭയങ്കര ക്രിട്ടിക്കായിരുന്നു. പക്ഷേ ബെളഗാമിലെ വിശ്വ കന്നഡ സമ്മേളനമാകുമ്പോൾ അനന്തമൂർത്തിയുടെ കട്ടൗട്ട് വെച്ചു, ഇതേ യെഡിയൂരപ്പൻ. കേരളത്തിൽ അങ്ങനെ പറ്റില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞ് വിചാരിക്കേണ്ട, ഒരു CPM കോൺഗ്രസിൻ്റെ കട്ടൗട്ട് ഒരു സാഹിത്യത്തിൻ്റെ കട്ടൗട്ട് വെക്കില്ല. അതില്ല അവിടെ. ഇനിയും അത്ര രാഷ്ട്രീയം ഇല്ല ഇവിടെ. മലയാളത്തിൽ ഇവിടുത്തെ മലയാളീസിലുണ്ട് ഈ രാഷ്ട്രീയം. അവരെ കണ്ടവർ ഇവരെ കണ്ടവരല്ല. അത് ഭയങ്കര ഒരു സാഹിത്യം വിട്ട് വേറെ ഇതിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു തെറ്റിയിട്ട് പോകുന്നുണ്ടോയെന്ന്. അതൊന്നും എനിക്ക് പറയാനുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ അങ്ങനെ ഇതെല്ലാം ഒന്നാവണമെന്നില്ല. ഇപ്പോൾ വേറൊരു ജാതിയുടെ പേരിൽ നടക്കുന്നുണ്ട് സാഹിത്യം. അത് ഞാൻ പേര് പറയുന്നില്ല. അത് ഒരു നല്ലൊരു ഡെവലപ്മെൻ്റ് അല്ല. അത് ഒരു ജാതിയുടെ പേരിലൊരു സാഹിത്യ സംഘം അല്ലേ, അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. അതുകൊണ്ട് സാഹിത്യം ഒന്നാണ്, സാഹിത്യം മാത്രമാണ്, അതാണ് സാഹിത്യം. അപ്പം നമ്മൾക്ക് പോയാൽ അവിടെ രാഷ്ട്രീയം കേൾക്കുമ്പോൾ എന്തിനപ്പോൾ വന്നു പോയെന്ന് തോന്നും. അതുകൊണ്ട് ആയത്ര ഈ സാഹിത്യത്തിൽ രാഷ്ട്രീയം, ജാതി, മതം ഒന്നും വരാതെ ഇരിക്കുന്നത് നല്ലതാണ്. അതെൻ്റെ അഭിപ്രായം. നിലവിലുള്ള വിവർത്തന സംരംഭങ്ങൾ എന്തൊക്കെയാണ്? അത്തരം കാര്യങ്ങളെപ്പറ്റി പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പോൾ എഴുതുന്നത് ഞാൻ ചില കഥകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് അംബികാസുധൻ മാങ്ങാടിൻ്റെ ഒരു ഓടക്കോയിൽ അവാർഡ് വന്നൊരു എൻ്റെ സമാരം കൊണ്ടുവരണമെന്നുണ്ട്. ഒരു 4-5 കഥകൾ ചെയ്തത് ഉണ്ട്. നല്ല കഥകളുണ്ട്. പിന്നെ തക്കരപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിപ്പോൾ എൻ്റെ പബ്ലിഷറും കിട്ടിയിട്ടുണ്ട്. അത് കറക്ഷൻ ആവുന്നുണ്ട്. എനിക്കത് തൃപ്തി കിട്ടിയിട്ടില്ല. കാരണം KMK കുഞ്ഞബ്ദുള്ള എന്ന് ഒരു ചെറുത്തൂരായിരുന്നാണ് അയാൾ. ഇപ്പോൾ ഇല്ല, അയാളില്ല. അയാളെ മരുമകൻ ഇവിടെയുണ്ട്. അയാളാണ് ഈ ബുക്ക് തന്നത്. അപ്പോൾ 2-3 പേര് ആ ബുക്ക് ഡ്രോപ്പ് ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയും ടഫ് ലാംഗ്വേജാണ് ഈ മാപ്പിള ഭാഷ എന്ന് പറയും. ഈ ഉപ്പള, കാസർഗോഡ് ഇല്ലേ, മാപ്പിള അടുക്കള ഭാഷയാണ്, തികച്ചും അടുക്കള ഭാഷ. അത് ഞാൻ വിവർത്തനം ചെയ്യാൻ ഒരുപാട് വലിയൊരു 20 പേജിൻ്റെ ലിസ്റ്റാക്കി.
അറിയാത്ത ശബ്ദങ്ങൾ. അത് ഇയാൾക്ക് ഈ നമ്മളെ റഹ്മാൻ എന്ന് പറഞ്ഞ അയാളെ മരുമകനുണ്ടല്ലോ, അയാൾക്ക് കൊടുത്തു. അയാൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ അർത്ഥം എന്നാൽ അത് മാച്ചാകുന്നില്ല. അപ്പം നമ്മൾ എന്താ ഈ ട്രാൻസ്ലേറ്റർ എന്തെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ടു ദ ആക്യുറസി എന്ന് പറയും. ആയത്ര അടുപ്പമില്ലേ അങ്ങനത്തെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് അത് ശരിയാക്കുന്നുണ്ടത്. അപ്പോൾ എനിക്ക് തൃപ്തിയുണ്ട്, എന്നാലും അത് എന്തോ ഒരു കുറവ് തോന്നി എനിക്കത്. അത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അത് നേരായിട്ട് അത് ചെയ്ത ഒരു അവാർഡ് കിട്ടണം. അങ്ങനത്തെ അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് തക്കാരം. പിന്നെ ഇതുണ്ടല്ലോ പരിസര കഥകൾ, അംബികാ സുന്ദരമാങ്ങൻ്റെ, അതിൽ അതും ഒരു കൊലക്കൽ ലാംഗ്വേജാണത്. ഈ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ അവരുടെ ലാംഗ്വേജാണ്. അപ്പോൾ അതും എനിക്ക് അത്ര പരിചയമില്ല. അപ്പോൾ അതിനു വേണ്ടി അംബികാ സുന്ദരനെ ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കും ചിലതെല്ലാം അർത്ഥമില്ല, അർത്ഥം മനസ്സിലാകാത്തത്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ 2 ബുക്ക്, പിന്നെ ഒരുപാട് ബുക്കുകൾ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ജേക്കബ് അബ്രഹാം എന്നറിയ, നിങ്ങൾ കേട്ടിട്ടുള്ള പേരല്ലേ, തിരുവനന്തപുരക്കാരൻ, അയാളൊരു കഥ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെലക്റ്റാക്കി വെച്ചിട്ടുണ്ട്, ഓരോന്നും ചെയ്യണം. അതിന് ആയസോഞ്ഞ ചെയ്യും മാത്രമേ. താങ്കളുടെ ഈ വിവർത്തന അനുഭവങ്ങൾ പൊതുവായി ഒന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേഷന് പ്രോബ്ലം ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ പെർമിഷൻ വാങ്ങണം. ആരെ ഒരു ചെറുകഥയായാലും പെർമിഷൻ വാങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് ടി പത്മനാഭൻ തന്നെ ഒരു കഥ കൃഷ്ണൻ നമ്പ്യാർ എന്നൊരാൾ ഹിന്ദിക്ക് ചെയ്തു. അത് ധർമ്മയുഗ എന്നൊരു പത്രത്തിൽ വന്നത്, ഒരു മന്ത്ലിയിൽ. അതിന് പെർമിഷൻ ഇല്ലാതെ ചെയ്താണ്. ഇയാൾ കേസ് പോയി, 1 ലക്ഷം രൂപ. അപ്പോൾ 92 1 ലക്ഷം രൂപ കമ്പനി ചോദിച്ചു. പിന്നെ അതെന്തോ സെറ്റിൽ ചെയ്തവർ. അതുകൊണ്ട് ആ മാതിരി നമ്മൾ പെർമിഷൻ ഏത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു എൻ്റെ കഥ ഞാൻ ചെയ്തോണെന്ന്, നാളെ നിങ്ങൾ ദേഷ്യം വന്ന് എൻ്റെ പെർമിഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അത് പെർമിഷൻ വാങ്ങണം. അത് നമ്മൾ തന്നെ ഒരു കത്തെഴുതും, അതിൻ്റെ ഒരു സെൽഫ് അഡ്രസ്സ് കവറിടും. അപ്പോൾ അത് ഇപ്പോൾ മെയിലില്ല, മെയിലിൽ എല്ലാം വരും. പിന്നെ അത് ഒരു പ്രശ്നമാണ്, ആദ്യത്തെ പ്രശ്നം അത്. പിന്നെ സാധാരണക്കാർ ഒറിജിനൽ റൈറ്റേഴ്സ് എന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങളെ കഥ ഞാൻ വിവർത്തനം ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയല്ല ഈ വിവർത്തനം. സാഹിത്യമുണ്ടല്ലോ, കന്നഡത്തിൽ മാത്രം വിവർത്തനത്തിന് 300 രൂപ 150 രൂപ ഇങ്ങനെ വരുന്നത്. ആ കാശ് വിചാരിച്ചിട്ട് ആരും ചെയ്യില്ല. ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ റെക്കോർഡൊന്നുണ്ട് ഇല്ലല്ല അല്ല, അതെല്ലാം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യുന്ന ജോലിക്ക് തക്ക കൂലി കിട്ടില്ല ഈ സാഹിത്യത്തിൽ. വിവർത്തനം അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും വിവർത്തനം അവരെഴുതിയ നമ്മൾ എഴുതുന്ന എന്താ ബുദ്ധിമുട്ടുണ്ട്. അതല്ല വിവർത്തനം, അതല്ല. വിവർത്തനത്തിന് ഒരുപാട് ആയാമങ്ങൾ, ഒരുപാട് ആംഗിൾസ് ഉണ്ട്. ആ ആംഗിളിൽ നോക്കണത്. ഒരു ശബ്ദം മനസ്സിലായാൽ നമ്മൾ എവിടെയെങ്കിലും ഫോൺ ചെയ്യണം, ആരോടെങ്കിലും ചോദിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒറിജിനലായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണത്. അത് ഒന്ന്. പിന്നെ ഞാൻ ഒരു കഥ ഞാൻ പറയാം. വിവർത്തനം ചെയ്തതിന് ശേഷം ഞാൻ പെർമിഷൻ ചോദിച്ചു. അവർ എന്ത് പറഞ്ഞെന്ന്, നിങ്ങൾ എനിക്ക് എത്ര തരുമെന്ന് ചോദിച്ചു. എനിക്ക് എന്ത് കിട്ടുന്നു അതിൽ പകുതി തരാമെന്ന്. കാശിൻ്റെ കാര്യമില്ല മാഡം, ഇത് പകുതി ഞാൻ തരാമെന്ന് പറഞ്ഞു. അല്ല എത്ര തരും എനിക്ക്, അത് കിട്ടിയാൽ ഞാൻ പെർമിഷൻ. എനിക്ക് ഒരു കഥക്ക് 1000 രൂപ കിട്ടണം എന്ന് പറഞ്ഞു. അത്ര കിട്ടില്ല മാഡം, എനിക്കേ കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്നാ വേണ്ട, നമുക്ക് വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു ആ കഥ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ കേരളത്തിൽ ചില എഴുത്തുകാരുണ്ട്. അല്ലെ സി രാധാകൃഷ്ണൻ മാത്രം, അയാൾ ഞാൻ ചെയ്തിട്ടില്ല, അയാൾ മാത്രം വിവർത്തനം ചെയ്ത എല്ലാ കാശും നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറയും. അത് കാശിൻ്റെ കാര്യമില്ല ഈ സാഹിത്യത്തിൽ. നമ്മൾ ഈ വിവർത്തനം ചെയ്യുമ്പോൾ കാശ് കിട്ടുന്നില്ല ഇതല്ല നമ്മൾ പ്രതീക്ഷ, അതല്ല, കാശല്ല. നമ്മൾ ആ കഥ നമുക്ക് കന്നഡ വായനക്കാർക്ക് കൊടുത്താൽ നമുക്ക് ആത്മതൃപ്തി ഉണ്ടല്ലോ, അത് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ വന്നതിന് ശേഷം അതിനൊരു കോപ്പി നമ്മൾ അയക്കണം. അത് പോസ്റ്റലിലോ കൊറിയറിലോ അയക്കണം. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും വിമർശനം, നിരൂപണം വന്നാൽ, അഭിപ്രായങ്ങൾ വന്നാൽ അതും അവരെ മലയാളത്തിൽ എഴുതി വെക്കണം. ഇങ്ങനെ തന്നെ ഇതുണ്ട്. ഒരു കഥ വന്ന ഉടനെ അതിൻ്റെ വായനക്കാർ അഭിപ്രായം, കന്നഡ വായനക്കാർ അഭിപ്രായം നമ്മൾ എഴുതി അറിയിക്കണം.
അത് നമ്മൾ ധർമ്മമാണ്, ചുമതലയാണ്. അങ്ങനെ അത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളുണ്ട്. വിവർത്തനം അത്ര ഇപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, നിങ്ങളെ ട്രാൻസ്ലേഷൻ്റെ അനുഭവങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു. ഈ പ്രജാവാണിയിൽ സാഹിത്യപുറവാണി എന്നൊന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, നിങ്ങളെ അനുഭവം നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ 7 പേജ് എഴുതി എൻ്റെ അനുഭവം. വിവർത്തനം പറ്റില്ല. അങ്ങനെ വിവർത്തനം 7 പേജാണ് 4 ദിവസം വേണം എനിക്ക്. സൂക്ഷിച്ചെഴുതണം. എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ എഴുതുന്നത്. അപ്പം നിങ്ങളെ ഞാനായിട്ട് സലീം കുമാർ ഞാനാവണം, എന്നിട്ട് ഞാൻ എഴുതണം. അപ്പം നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ ചോരാതെ മാതിരി, ആശയങ്ങൾ ചോരാതെ മാതിരി എഴുതണം. അപ്പോൾ നിങ്ങൾ അതിന് ഉദാഹരണം ഞാൻ പറയാം. വൈദ്യലോകാന്നതിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഒരു കരളിൻ്റെ രോഗങ്ങളെന്ന് ഒരു മലയാളത്തിൽ ലേഖനം വന്നു. ഞാൻ എന്താ നേരിട്ട് കരളിന കായലുകളെന്ന് പറഞ്ഞ് എഴുതി അത് പബ്ലിഷ് ചെയ്തു. അതിലെന്താ പറയുക, എൻ്റെ പേരും നമ്പറും കൊടുക്കും. ഒരുപാട് ഡോക്ടർമാർ എനിക്ക് ചീത്ത വിളിച്ചു. അല്ല, ഇത് കരൾ എന്ന് പറഞ്ഞാൽ കന്നഡത്തിൽ എന്താ പറയുക, ഇൻഡസ്ട്രീൻ, എന്താ കുടലെന്ന് പറയും. മലയാളത്തിൽ ലിവർ അല്ലേ, ലിവറിൻ്റെ സുക്കറിന് ഞാൻ കരളിൻ്റെ സുക്കറിന് എഴുതി. ഒരുപാട് ചീത്ത, നിങ്ങൾ എന്താ ഡോക്ടറാണ്, നിങ്ങൾ എന്തിനാ ഇത് പറഞ്ഞ് ബുദ്ധിത്തരവതാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ചീത്തകൾ കേട്ടു. ചീത്തകൾ അധികം കേട്ടത് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റേഴ്സിൽ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, സംസാര എന്നൊരു ശബ്ദമുണ്ട്, സംസാര. ഈ സംസാര എന്ന ശബ്ദം സംസാരം എന്ന് നേരിട്ട് നിങ്ങൾ സംസാരമാണ് നമ്മൾ വർത്തമാനം പറഞ്ഞാൽ സംസാര മലയാളത്തിൽ. കന്നഡത്തിൽ കുടുംബം, തമിഴിൽ ഭാര്യ, പിന്നെ ഹിന്ദിയിൽ ലോകം അല്ലേ, സംസാരം ലോകം തന്നെയാണ്. അങ്ങനെ വേറെ അർത്ഥമുണ്ട്. ഒരേ ശബ്ദത്തിന് വേറെ അർത്ഥം. അതിന് മലയാളത്തിൽ ചില ശബ്ദങ്ങൾ, പുതിയ ശബ്ദങ്ങൾ വന്നുകൊണ്ട് ഞാൻ ഡിക്ഷണറി നോക്കും. ഞാൻ 4-5 ഡിക്ഷണറി വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഡിക്ഷണറി ഇല്ലാതെ ഞാൻ ഏതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ചില ധൈര്യത്തിലെല്ലാം തെറ്റിപ്പോകുന്നു ചിലമൊക്കെ. അങ്ങനെ എൻ്റെ താങ്കളുടെ കുടുംബത്തെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം. കുടുംബം, എൻ്റെ ഭാര്യ രാധയാണ്, പിന്നെ മകൻ ശരത്ത്, നമ്മുടെ മരുമകൾ കൊച്ചുമൻ രേണുക. എൻ്റെ മരുമകളുടെ പേര് രേണുക എസ് നായർ എന്ന് പറഞ്ഞ് അവൾ കൊടുക്കല്. അപ്പോൾ മകൻ കൊച്ചുമകൻ അഗസ്ത്യ. അത്രയേ ഉള്ളൂ. ചെറിയ കുടുംബം, ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്.